ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ വിശ്വാസധാരയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സരണികളാണ് അശ്അരി മാതുരീദി സരണികൾ. കേരളത്തിലെ മുസ്ലിങ്ങൾ അശ്അരി സരണി അനുസരിച്ച് ജീവിക്കുന്നവരും കർമ്മശാസ്ത്രത്തിൽ ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്നവരുമാണ്. അതുപോലെ തന്നെ അവരുടെ ആത്മീയമായ കാര്യങ്ങളിൽ മഹത്തുക്കളായ സൂഫികളെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകളുമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ ഈ മൂന്ന് ഭാഗങ്ങളെയും വളരെ മനോഹരമായി വിശദീകരിക്കുന്നത് കാണാം. അഥവാ വിശ്വാസപരമായ കാര്യങ്ങളെയും കർമ്മപരമായ കാര്യങ്ങളെയും ആത്മീയമായ കാര്യങ്ങളെയും വളരെ വിശാലമായി ഇസ്ലാം വിശദീകരിക്കുകയും അതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക സ്കൂളുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൽ. അതിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി സ്ഥാപിച്ചിട്ടുള്ള അശ്അരി സ്കൂളിനെ കുറിച്ചാണ്, അഥവാ അശ്അരി സരണിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള വിശ്വാസ കർമ്മ ആത്മീയ കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആത്യന്തികമായിട്ടും അടിസ്ഥാനപരമായും ഹദീസ് ജിബ്രീലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇമാമുകൾ പറഞ്ഞു, ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വരികയും അവിടെ വെച്ച് മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ പ്രസക്തമായ 3 ചോദ്യങ്ങൾ ചോദിക്കുകയുമാണ് ചെയ്തത്. അതിൽ ആദ്യമായി കർമ്മകാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു, വിശ്വാസം കാര്യങ്ങളെക്കുറിച്ച് രണ്ടാമതായി ചോദിച്ചു, മൂന്നാമതായി ഇസ്ലാമിലെ ആത്മീയ ഭാവങ്ങൾ ആത്മീയ പാഠങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർമ്മ വിശ്വാസ ആത്മീയ കാര്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ചേർത്തുകൊണ്ട് മറുപടി പറയുകയുണ്ടായി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ 3 ഭാവങ്ങളും പ്രത്യേക വിജ്ഞാന ശാഖകളായി രൂപപ്പെടുകയാണ് ഉണ്ടായത്. കർമ്മകാര്യങ്ങൾ വിശദീകരിക്കുന്ന കർമ്മകാണ്ഡമായിട്ടുള്ള ഫിഖ്ഹും വിശ്വാസകാര്യങ്ങൾ വിശദീകരിക്കുന്ന അഖീദയും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇൽമു തസ്കിയ അല്ലെങ്കിൽ ഇൽമു തസവുഫ് എന്നറിയപ്പെടുന്ന വിജ്ഞാന ശാഖയും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് 3ഉം ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചിത്രം ലഭ്യമാകുന്നത്. 3ഉം ചേർക്കുന്നതിൽ നിന്ന് ആരെങ്കിലും വിസമ്മതം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസമോ കർമ്മമോ ആത്മീയ ഭാവങ്ങളോ പൂർണ്ണമാകുന്നില്ല എന്ന് നമുക്ക് ഹദീസ് ജിബ്രീലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുന്നത് വിശ്വാസശാസ്ത്രപരമായ കാര്യങ്ങളാണ്. അതിലെ അശ്അരി സരണി അഥവാ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി രൂപപ്പെടുത്തിയിട്ടുള്ള ഈ മഹത്തായ സരണിയെക്കുറിച്ച് പറയുമ്പോൾ ആത്യന്തികമായിട്ടും ആദ്യം എന്താണ് വിശ്വാസപരമായ കാര്യങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസപരമായ വിജ്ഞാനീയങ്ങളുടെ പ്രത്യേകത എന്ന് പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വിജ്ഞാനങ്ങൾക്കും ഓരോ പ്രത്യേകതരം മാനകങ്ങളുണ്ട്, ഏകകങ്ങളുണ്ട്. നമ്മൾ മാത്സ് മനസ്സിലാക്കുന്നത് പോലെ ഗണിതശാസ്ത്രം മനസ്സിലാക്കുന്നത് പോലെയല്ല സാമൂഹ്യശാസ്ത്രം മനസ്സിലാക്കുന്നത്. സാമൂഹ്യശാസ്ത്രം മനസ്സിലാക്കുന്നത് പോലെയല്ല ഒരു ഭാഷ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓരോന്നിനും പ്രത്യേകതരമായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ ഓരോ മാപിനികളും ഏകകങ്ങളും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു സ്റ്റൈലിസ്റ്റിക്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്ന് വെച്ചാൽ
കർമ്മശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിധികൾ പറയുകയാണ്. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതപരമായിട്ട് അത് അനിവാര്യമായ കാര്യമാണോ, അതല്ല പാടില്ലാത്ത കാര്യമാണോ എന്ന് തുടങ്ങിയുള്ള വിശദീകരണങ്ങളാണ് കർമ്മശാസ്ത്രത്തിൽ പറയുന്നത്. എന്നാൽ വിശ്വാസശാസ്ത്രത്തിലാവട്ടെ ഒരുപാട് വസ്തുതകളെക്കുറിച്ചുള്ള വിശ്വാസി അവന് ബോധ്യമുണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങളിൽ അഭിപ്രായാന്തരങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അശ്അരി മാതുരീദി സരണികൾ അതിലുള്ള വിശദീകരണങ്ങൾ എങ്ങനെ ഈ ആത്യന്തികമായിട്ടുള്ള വസ്തുതകളെ വിശദീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണോന്മുഖമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് അശ്അരി സരണിയിലേക്ക് തന്നെ വരാം. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ ജീവിക്കുന്ന കാലത്ത് അന്നത്തെ ഇസ്ലാമിക പരിസരത്ത് നിലനിന്നിരുന്ന ഒരുപാട് ചിന്താധാരകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്നുണ്ടായിരുന്ന മുഅ്തസിലികളും മറ്റു പ്രധാന അവാന്തര വിഭാഗങ്ങളും അവർ ഉയർത്തിവിട്ടിരുന്ന ചോദ്യങ്ങൾക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിരുന്ന കാലം. ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യകാലഘട്ടത്തിൽ മുഅ്തസിലി സരണിയുടെ വക്താവായിരുന്നു. അങ്ങനെ മുഅ്തസിലി സരണിയെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ ആഴത്തിൽ പഠിക്കുകയും അതേക്കുറിച്ച് വേണ്ടവിധം മനസ്സിലാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അതിലെ പിഴവുകൾ ബോധ്യപ്പെടുകയും അങ്ങനെ അതിൽ നിന്ന് മാറി ബഹുമാനപ്പെട്ടവർ തന്നെ അവിടുത്തെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം, മിമ്പറിൽ കയറി ജനങ്ങളോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ മേൽ ധരിച്ചിരുന്ന മേൽക്കുപ്പായം എടുത്ത് ഊരി എറിഞ്ഞ് ഞാൻ വിശ്വസിച്ചിരുന്ന എത്തിസാൽ അഥവാ മുഅ്തസിലികളുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ആർജവം കാണിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അശ്അരി തരീഖത്ത് അല്ലെങ്കിൽ അശ്അരി മസ്ലക്ക് എന്ന് പറയുന്നത് എന്താണ്, അത് എങ്ങനെയാണ് വിശ്വാസപരമായ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്ന ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, അശ്അരി മാതുരീദി വിശ്വാസധാരകൾ ആണ് ഇന്ന് അധിക ആളുകളും സ്വീകരിക്കുന്നത് എന്ന്. ഇങ്ങനെ ഒരു വിശ്വാസധാര ഉടലെടുത്ത് വരുന്നതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളുണ്ട്. നേരത്തെ വിശദീകരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ എന്ന് കൃത്യമായി തന്നെ വിവരിച്ചു കൊടുത്തു. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നീട് ഈ മൂന്ന് വസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലിറങ്ങി ചിന്തിക്കേണ്ട ആവശ്യം സഹാബത്തിനുണ്ടായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുണ്ട്. എന്ത് സംശയം വന്നാലും ചോദിക്കാൻ ഒതൻറ്റിക്കായി ആധികാരികമായി മറുപടി പറയാൻ വഹി ഇറങ്ങുന്ന നബി തങ്ങളുണ്ട്. അതിൻ്റെ ശേഷം സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്, താബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല ഇസ്ലാം വിവിധ ദേശങ്ങളിലേക്ക് ദിക്കുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള വിശ്വാസങ്ങൾക്കോ കർമ്മകാര്യങ്ങൾക്കോ അധിക മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നീട് ഇസ്ലാം വ്യത്യസ്ത നാടുകളിലേക്ക് വ്യാപിച്ചു. വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത പ്രദേശത്തെ ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ ഇസ്ലാം മറ്റു സംസ്കാരങ്ങളുമായി കൂടിക്കലർന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഖ്ഹിലും തസവുഫിലും അഖീദയിലും സംശയങ്ങൾ വരാൻ തുടങ്ങി. സംശയങ്ങൾ വരാൻ തുടങ്ങിയെന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന്, ആ നാട്ടുകാരിൽ നിന്ന് മാത്രമല്ല, യൂനാൻ ദേശത്ത് നിന്ന് ആ ഭാഷയിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ വഴിയും ആളുകൾ മുഖേനയും സംശുദ്ധമായ ഇസ്ലാമിൻ്റെ നാടുകളിലേക്ക് വികലമായ ചിന്തകളും ചിന്താധാരകളും വരാൻ തുടങ്ങി. ഇത്തരമൊരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞു വച്ച വിശ്വാസവും ഫിഖ്ഹും തസവുഫും
അതിൻ്റെ യഥാർത്ഥ തനിമയിൽ തന്നെ നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ അതിൻ്റേതായ അയിമ്മത്ത്, അതിൻ്റേതായ പണ്ഡിതന്മാർ ഇതിനെ ക്രോഡീകരിക്കുക എന്ന ദൗത്യത്തിന് മുതിരുന്നത്. അങ്ങനെ ഫിഖ്ഹ് ക്രോഡീകരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തവരാണ് ഇമാം ഷാഫി റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ. തസവുഫ് ക്രോഡീകരിക്കുക എന്ന ദൗത്യം ഇമാം ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ല ഇവരേറ്റെടുത്തു, അവരും അവരുടെ ശിഷ്യന്മാരും മറ്റാളുകളും. അതുപോലെ അഖീദ അതിൻ്റെ തനിമയോടുകൂടെ യഥാർത്ഥ രീതിയിൽ ബുദ്ധിപരമായ നിവേദനപരമായ തെളിവുകളോടുകൂടെ സമർത്ഥിച്ച് എഴുതിയ രണ്ട് ഇമാമുമാരാണ് ഇമാം അബുൽ ഹസനുൽ അശ്അരിയും ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി റഹിമഹുല്ലയും. ഇങ്ങനെയാണ് ഈ രണ്ട് ധാരകൾ, വിശ്വാസധാരകൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് പുതുതായി ഒന്നും ഇവരൊരാളും കൂട്ടിച്ചേർക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ നിന്ന് കുറക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ പിന്നീടുള്ള കാലയളവിൽ പല രൂപത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോളജ് ട്രാൻസ്ഫോർമേഷൻ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശാലമായ വൈജ്ഞാനിക കാഴ്ചപ്പാട്, എല്ലാ വിഷയങ്ങളിലേക്കും ഇസ്ലാമിൻ്റെ പഠനങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാണ് യൂറോപ്പ് റിനൈസൻസ് തുടങ്ങുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ഒരു ഗോൾഡൻ ഏജ് ക്രിയേറ്റ് ചെയ്യാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ യുനാനിൽ നിന്നും അതുപോലെ ഹിന്ദിൽ നിന്നു വരെയുള്ള ബുക്സുകൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും അത് വായിക്കുക വഴി അവിടെയുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ഇൽമുൽ കലാമുമായി ഒരു സംഘടനത്തിലേക്ക്, ഇസ്ലാമിക വിശ്വാസശാസ്ത്രവുമായി ഒരു സംഘടനത്തിലേക്ക് ഏർപ്പെടുന്നു എന്ന ഒരു രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഇൽമുൽ കലാം വരുന്നത്. യഥാർത്ഥത്തിൽ ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉമ്മത്തിലെ ഉലമാ ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് പോയത് റഹ്മത്താണ്. അപ്പോൾ ഫിഖഹിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 4 മദ്ഹബിൻ്റെ അയിമ്മത്ത് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ആ കാലത്തിന് ശേഷം ഫൽസഫ ഇസ്ലാമിക ലോകത്ത് വിശ്വാസ ലോകത്തേക്ക് വരികയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തപ്പോൾ ആ ഇമാമിയങ്ങൾ, ആ അയിമ്മത്ത് അവരുടെ ഹിമ്മത്തുകളെ ഇൽമുൽ കലാമിൻ്റെ ലോകത്ത് ചെലവഴിക്കുകയും ചെയ്തു എന്നതാണ് ഇൽമുൽ കലാമിൻ്റെ വഴി നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ കർമ്മശാസ്ത്രത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ വിശ്വാസശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയ സരണികളുടെയും ഒക്കെ രൂപപ്പെടലിൻ്റെ ഒരു താത്വികമായ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതായത് അടിസ്ഥാനപരമായി എല്ലാം മിഷ്കാത്തുൻ നുബുവയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പിന്നീട് ഇസ്ലാം ദേശങ്ങളെയും ഭാഷകളെയും മറികടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് അതാത് പ്രദേശത്ത് നേരത്തെ നിലനിന്നിരുന്നതും പലപ്പോഴായി രൂപപ്പെട്ടു വന്നിട്ടുള്ളതുമായ ചിന്താധാരകളും ഇവരുമായി നടന്നിട്ടുള്ളൊരു ആദാന പ്രധാനം അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളലും കൊടുക്കലുകളുമൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പുതിയ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് വളരെ ആക്റ്റീവായി ഇസ്ലാമിലെ ഈ 3 വിശ്വാസ കർമ്മ ആത്മീയ ശാഖകളും മുന്നോട്ട് പോവുകയും അതിൽ സ്കൂളുകൾ പോലും രൂപപ്പെടുകയുണ്ടായി എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ മഹത്വവും അതുപോലെ തന്നെ അതിൻ്റെ സജീവതയെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് സ്വാഭാവികമായും കർമ്മശാസ്ത്രപരമായിട്ട് മദ്ഹബുകൾ രൂപപ്പെട്ടു വരുന്നതിൻ്റെ സാഹചര്യവും മറ്റും നമുക്കറിയാം. എന്നാൽ വിശ്വാസശാസ്ത്രത്തിൽ എങ്ങനെയാണ് മദ്ഹബുകൾ രൂപപ്പെടുന്നത്? കാരണം വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് കുറേ വസ്തുതകളെയാണ്. അള്ളാഹുവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്ക് പ്രത്യേകമായ വിശേഷണങ്ങളുണ്ട്, മലക്കുകളുടെ പ്രത്യേകത ഇന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കുറേ വസ്തുതകളെയാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളത് ഒരു പ്രധാനമായി ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിലോസഫിയിൽ നിന്നുള്ളൊരു കടന്നുകയറ്റം മുഅ്തസിലത്തിൻ്റെ രൂപത്തിൽ ഇസ്ലാമിക ലോകത്ത് വരികയും അവർ ബുദ്ധിപരമായ കാര്യങ്ങളെ
ഇസ്ലാമിൽ വന്ന ടെസ്റ്റിമോണികൾക്കെതിരായി, നഖലുകൾക്കെതിരായി അഖിലിനെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അവിടെ പാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുരുനാഥനായി ഉണ്ടായിരുന്ന അവരുടെ തന്നെ ഉമ്മയുടെ ഭർത്താവായിരുന്ന ജുബ്ബായിയിൽ നിന്ന്, മുഅ്തസിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ജുബ്ബായിയിൽ നിന്ന് മന്തിഖുമായി ബന്ധപ്പെട്ട് അതുപോലെ തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ചില കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ ആശയങ്ങളിൽ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിൻ്റെ യഥാർത്ഥമായൊരു മൻഹജിനെ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേ സമയത്ത് തന്നെയാണ് മറുവശത്ത് ഇതേ രൂപത്തിൽ മറ്റൊരു അഖീദയുടെ ക്രോഡീകരണം നടക്കുന്നത്. മാവറ അന്നഹറുമായി ബന്ധപ്പെട്ട് മഹാനായ അബൂ മൻസൂറിൽ മാത്തുരീദി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു അഖീദ ക്രോഡീകരണം നടക്കുന്നു. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ ഒന്നിലും ഈ രണ്ട് മൻഹജുകളിൽ ഒരു വ്യത്യാസവുമില്ല. ഇവിടെ സാബിർ ഉസ്താദ് പറഞ്ഞതുപോലെ മാവറ അൻ നെഹ്റിൽ, അതായത് ജയ്ഹൂൺ നദിക്കപ്പുറത്ത് ഇമാം അബൂ മൻസൂറിനിൽ മാത്തുരീദി റഹിമഹുല്ലയാണ് ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത്. ഈ ഒരു വ്യത്യാസം, ഭൂമിശാസ്ത്രപരമായ ഈ ഒരു വ്യത്യാസം ഇവരുടെ രണ്ട് മൻഹജിൽ, അശ്അരി മാത്തുരീദി മൻഹജിൽ നമുക്ക് കാണാൻ കഴിയും. അശായിറത്തിൻ്റെ തെളിവുകൾ അവർ വിശ്വാസകാര്യങ്ങൾ സമർത്ഥിക്കുന്നതിനും ആ വിശ്വാസകാര്യങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഉപയോഗിക്കുന്ന തെളിവുകളുടെയും ശൈലി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് കറക്റ്റായിരിക്കുമെന്ന് പറഞ്ഞാൽ വളരെ അളന്ന് മുറിച്ചെടുത്ത വാക്കുകൾ, ഒരു സംശയം പോലും വരാത്ത രീതിയിലായിരിക്കും അവർ തെളിവുകൾ അവതരിപ്പിക്കുക. അതേസമയം മാതുരീദിയത്തിൻ്റെ മറുപടികൾ, അവരുടെ തെളിവുകൾ മിക്കപ്പോഴും തെളിവുകൾ തന്നെയാണെങ്കിലും വളരെ കൃത്യമായിട്ട്, വളരെ അളന്നു മുറിച്ച, ഒരു രീതിയിലുള്ള സംശയവും വരാത്ത രീതിയിലല്ല അവരുടെ തെളിവുകളുള്ളത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബഗ്ദാദിലായിരുന്നു അശായിറത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഈ ബഗ്ദാദിൽ തന്നെയാണ് മുഅ്തസിലത്ത് അതുപോലെ മറ്റ് അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബഗ്ദാദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ അവാന്തര ചിന്തകൾ അല്ലെങ്കിൽ നവീന ചിന്തകൾ അത് ഒരുപാടുള്ള നാടാണ്. മാത്രമല്ല ഇത്തരം ചിന്തകൾ ജനങ്ങളെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ മറുപടികൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തെളിവുകളൊന്നും പോരാ അവർക്ക്. വളരെ കൃത്യമായിട്ട് അവരുടെ യുക്തിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, ഒരു സംശയവും വരാത്ത രീതിയിലുള്ള തെളിവുകൾ അവർക്ക് വേണം. അതുകൊണ്ടാണ് അശായിറത്തിൻ്റെ തെളിവുകൾ അങ്ങനെയായത്. അതേസമയം മാവറ അൻ നെഹ്റിൽ അവിടെ മുഅ്തസിലത്ത് പോലുള്ള അവാന്തര വിഭാഗങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ അവിടെയും ഈ മുഅ്തസിലത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ, അതുപോലെ ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ശുബഹകൾ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, അഖീദയിൽ സംശയങ്ങൾ കേൾക്കും. ഇവർ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇത്തരം സംശയങ്ങളും മറ്റുമായിട്ടാണ്. അപ്പോൾ അവിടെ അവരെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശമാണ് കാര്യമായിട്ട് ആ നാട്ടിലെ മുത്തകല്ലിമുകൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവതരിപ്പിക്കുന്ന തെളിവുകൾ അതത്ര ബലവത്തായിക്കൊള്ളണം എന്നില്ല. തെളിവ് തന്നെയാണെങ്കിലും ഒരിക്കലും സംശയം വരാത്ത രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. സംശയം വന്നാലും അതിന് മറുപടിയുണ്ട്. ആ മറുപടി പിന്നീട് അവരെ വിശദീകരിച്ചു കൊടുക്കും. ഈ ഒന്നാമത്തെ ഒരു ശൈലിക്ക്, അശായിറത്തിൻ്റെ ശൈലിക്ക് അദ്ദലീലുൽ ബുർഹാനി എന്ന് പറയും. മാതുരീദിൻ ശൈലിക്ക് ഖത്താബി എന്ന് പറയും, ദലീലുൽ ഖത്താബി. രണ്ട് വിഭാഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ രണ്ട് വിഭാഗങ്ങളിൽ കണ്ടുവരുന്നൊരു ശൈലിയാണ് പറയുന്നത്. ഇപ്പോൾ യാസീൻ നൂറാനി ഉസ്താദ് പറഞ്ഞതുപോലെ സാഹചര്യങ്ങളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത്തെ കൂഫ എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ഈ അവാന്തര വിഭാഗങ്ങൾ ഉയർത്തിവിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക മാത്രമല്ല, അതിൻ്റെ തുടർ സംവാദങ്ങൾ പോലും കൂഫയിലും മറ്റും നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു തുടർ സംവാദത്തിന് വേദിയാവാൻ മാവറ അൻ നെഹ്ർ അഥവാ
ഇപ്പോഴത്തെ ജയ്ഹൂൻ നദിയുടെ പിറകുവശത്ത് ഇന്ന് നമ്മൾ പറയുന്ന ദാഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങൾ അഥവാ റഷ്യയിലെ പ്രദേശങ്ങൾ ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കൃതിയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ വിളനിലമായിരുന്ന പ്രദേശം. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അത്രത്തോളം ഒരു സംവാദാത്മകമായിട്ടുള്ള വൈജ്ഞാനിക തലങ്ങളിലേക്ക് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർ സ്വാഭാവികമായിട്ടും ജൈവികമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആ രീതിയിൽ തന്നെ ജീവിച്ചു വരികയാണ്. പിന്നെ അവരുടെ പുറത്തേക്കുള്ള യാത്രയിൽ നിന്ന് അവർ കേൾക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാം എന്നതിനെക്കുറിച്ച് അവിടെയുള്ള മശായിഖുകൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്. പക്ഷേ ഇതിൽ വളരെ രസകരമായൊരു സംഭവം, ഈ അശ്അരികളാണെങ്കിലും അതുപോലെ തന്നെ മാതുരിദി ഇമാമുകൾ തമ്മിലാണെങ്കിലും അവർ കാണിക്കുന്ന ഒരു പരസ്പര ബഹുമാനമാണ്. ഇപ്പം ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി എന്നൊരു ഇമാമിൻ്റെ ഷർഹുൽ അഖായിദിൽ ഈ ഇമാമുകളെക്കുറിച്ച് അഥവാ മാതുരിദി ഇമാമുകളെക്കുറിച്ച് അഥവാ പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരെക്കുറിച്ച് അവർ മശായിഖ് എന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു വലിയ ബഹുമാനത്തിൻ്റെ സൂചകമായി നമുക്ക് കാണാം. അപ്പം ഈ വിശ്വാസപരമായ പിന്നെ മർദ്ദബുകളാണെങ്കിലും സരണികളാണെങ്കിലും കർമ്മശാസ്ത്ര സരണികളാണെങ്കിലും ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മഹിതമായ ഉദാഹരണമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഷർഹുൽ അഖായിദിൻ്റെ ആ ശൈലിയിൽ തന്നെ പലപ്പോഴും സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം ഒന്ന് തന്നെയാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം ഒന്ന് തന്നെയാണെങ്കിലും അവർ പറയുന്ന ഖത്താബിയായ തറോനസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് താഴോട്ടേക്ക് ഇറങ്ങാത്ത, അതേസമയത്ത് അവരുടെ സമൂഹത്തിൽ അടിസ്ഥാനപരമായി ആ വിശ്വാസങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. അതിനെ അവർ ആ രൂപത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെ കോട്ട് ചെയ്യുകയും ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ ബഹുമാനത്തോടുകൂടെ അതിലുള്ള കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയും അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള മറുപടികളെ കൃത്യമായി തഫ്താസാനി ഇമാം പറയുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം. നേരത്തെ പറഞ്ഞ ഒരാളുടെ ആത്യന്തികമായ വിജയ ലക്ഷ്യത്തെ തീരുമാനിക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സരണികൾ തമ്മിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഒരാൾ നരകത്തിലും മറ്റൊരാൾ സ്വർഗത്തിലാണ് എന്ന തരത്തിലുള്ള ഒരു വ്യത്യാസം ഈ രണ്ട് സരണികളും തമ്മിലില്ല. പിന്നെ സാബിർ സാബ് പറഞ്ഞതിലൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇമാം തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുള്ള വിശദീകരണം അത് ഇമാം ഉമർ നസഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മത്നുൽ അഖായിദ് എന്ന് പറയുന്ന മത്നിനാണ്. അപ്പോൾ ഈ അഖായിദ് എന്ന് പറയുന്ന മത്ന് ശരിക്ക് അത് ബഹുമാനപ്പെട്ട ഉമർ നസഫി അവർ മാതുരിദി പണ്ഡിതനാണ്. അപ്പോൾ ഈ മാതുരിദി പണ്ഡിതനായിട്ടുള്ള ഉമർ നസഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരെഴുതിയ ആ മഹത്തായ മത്ന് അഥവാ അതിൻ്റെ മൂലഗ്രന്ഥം, ഈ മൂലഗ്രന്ഥത്തിന് സവിശേഷമായൊരു സേവനമാണ് അശ്അരി മദ്ഹബുകാരനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയിട്ടുള്ളത്. അപ്പോൾ പരസ്പരം ചെളിവാരിയെറിയലുകളോ പരസ്പരം പഴിചാരലുകളോ ഒന്നുമില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ അതായത് മാതുരീദിയത്ത് നടത്തിയിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾക്ക് പോലും കൂടുതൽ തെളിവുകൾ നൽകിക്കൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്നത്, അതിനെ ഈദ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്ന ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് ഷർഹുൽ അഖായിദിൽ കാണാനും സാധിക്കും. രണ്ട് മദ്ഹബുകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് അശ്അരി പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ മാതുരിദി മദ്ഹബിനെ സപ്പോർട്ട് ചെയ്തേക്കാം, നേരെ തിരിച്ചും. മാത്രമല്ല ചില പണ്ഡിതന്മാരെക്കുറിച്ച് അവരുടെ തറാജിമ്, അവരുടെ ബയോഗ്രഫി വായിക്കുമ്പോൾ ഇദ്ദേഹം അശ്അരിയാണോ മാതുരിദിയാണോ എന്ന് തർക്കമാണ്. ഇതുവരെ കൃത്യമായൊരു നിലപാട് പറയാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം രണ്ട് ഭാഗത്തെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരിക്കലും ഒത്തുപോകാത്ത അഭിപ്രായങ്ങളാണെങ്കിൽ നമുക്കൊരഭിപ്രായം നോക്കിയിട്ട് ഇദ്ദേഹം അശ്അരിയാണ് മാതുരിദിയാണെന്ന് പെട്ടെന്നങ്ങ് പറയാൻ കഴിയും. അപ്പോൾ ഇതും മറ്റൊരു തെളിവാണ്. ഈ രണ്ട് ധാരകൾ തമ്മിൽ വലിയ ഭിന്നതകളൊന്നുമില്ല, അടിസ്ഥാന വിഷയങ്ങളിൽ ഭിന്നതകളില്ല എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷറഹുൽ അഖായിദ് തഫ്താസാനി ഇമാം ഷറഹ് എഴുതിയത് മാതുരിദി സരണി അനുസരിച്ചാണോ അല്ല അശ്അരി സരണി അനുസരിച്ചാണോ എന്നത് വരെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും നമുക്ക് രണ്ടും തോന്നാൻ പറ്റുന്ന രൂപത്തിൽ തഫ്താസാനി ഇമാം എഴുതിയിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും മാതുരിദി മദ്ഹബിലുള്ള ആളുകൾ അവരുടെ കിതാബ് വിശദീകരിക്കുന്ന സമയത്ത് അശ്അരി സരണിയോട് യോജിച്ചുകൊണ്ട് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. തക്വീൻ്റെ വിഷയം പറയുന്നിടത്ത് ഇബ്നുൽ ഹുമാം അവിടുത്തെ മുയാസറ എഴുതുന്ന സമയത്ത് അതിൽ തക്വീന് എന്നൊരു സിഫത്ത് ഉണ്ട് എന്നുള്ളതാണ് മാതുരിദി മദ്ഹബിൽ പ്രബലം. പക്ഷേ അവിടെ അശ്അരി സരണിയോട് യോജിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഹുമാം തങ്ങൾ പറയുന്നത്. അതേപോലെ മഹാനായ ഇമാം ബൈലാവി തങ്ങളുടെ മതാലിഉൽ അൻവാർ, ഈ കിതാബിന് ഷംസുദ്ദീനുൽ അസ്ഫഹാനി തങ്ങൾ, അവർ മാതുരിദി മദ്ഹബുകാരനാണ്. മാതുരിദി മദ്ഹബിൽപ്പെട്ട അവർ
മതാലിഉൽ അൻവാർ എന്ന രൂപത്തിൽ തവാലിഉൽ അൻവാറിന് ഒരു ഷറഹ് എഴുതുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു മത്തിനിൽ നിന്ന് മറ്റൊരു മത്തിനെ ഷറഹ് എഴുതാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു ഖിലാഫ് മാത്രമേ ഇവർ തമ്മിൽ ഉണ്ടായിട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അതുണ്ടാവേണ്ട ആവശ്യവുമില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് വസ്തുതകളെയാണ് പറയുന്നത്. അഹ്കാമുകൾ അഥവാ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിധിതീർപ്പുകളല്ല വിശ്വാസശാസ്ത്രത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിൻ്റെ തന്നെ ഏറ്റവും നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ ഒരു മനോഹരമായ ചിത്രം നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഉസ്താദുമാർ ഇപ്പോൾ ഈ അടുത്ത് വരെ ഇപ്പോൾ കേരളത്തിൽ ഷറഹുൽ അഖായിദുകൾ പ്രിൻ്റ് ചെയ്ത് തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഷറഹുൽ അഖായിദിൻ്റെ കോപ്പികൾ വരുന്നത്. അവിടെ മാതുരിദി മദ്ഹബാണ്. പക്ഷേ ഷാഫി മാതുരിദി മദ്ഹബുകാർ പോലും അവരുടെ സിലബസിൽ പോലും ഈ ഇമാം സഅദുദ്ദീൻ തഫ്താസാനിയുടെ ഈ ഷറഹുൽ അഖായിദ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു മനോഹരമായ ചിത്രം നമ്മുടെ മുന്നിൽ തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി പിന്നെ എന്താണ് ഈ മസ്ലക്കുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒറ്റ വാക്കിൽ നമുക്കിങ്ങനെ പറയാൻ തോന്നുന്നു. ഒരു കാര്യം എങ്ങനെ പറയണം, ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് അത് പറയേണ്ടതിൻ്റെ രീതി എന്താണ്, അതിൽ നേരത്തെ നൂറാനി ഉസ്താദ് പറയുകയുണ്ടായി. ആ വ്യത്യാസങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകതകൾ കൂടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ വിശദീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യത്യാസത്തിൽ നിന്നാണ് രണ്ട് മസ്ലക്കുകൾ രൂപപ്പെടുന്നത്. അതിൽ നേരത്തെ ഉസ്താദ് പറയുകയുണ്ടായി തെക്വീൻ അഥവാ തെക്വീൻ എന്ന മലയാളത്തിൽ പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ്. ഈ ഉണ്ടാക്കുക എന്ന ഒരു പ്രത്യേക സിഫത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയണമോ പറയണ്ടേ? അപ്പം അശ്അരി മദ്ഹബ് അതിനെക്കുറിച്ച് പറയുന്നത് അത് അള്ളാഹുവിന് ഖുദ്റത്ത്, അള്ളാഹുവിന് ശക്തി എന്ന ഒരു വിശേഷണം പറഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ അത് വരുമല്ലോ, അതുകൊണ്ട് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നും പറയേണ്ടതില്ല. അപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ തെക്വീൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വിശേഷണം വേണോ വേണ്ടേ പോലെയുള്ള വളരെ സൗഹാർദ്ദപരമായ ചർച്ചാവിശേഷങ്ങളാണ് ഈ മദ്ഹബുകൾ തമ്മിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, മാതുരിദിയായ ഒരു വ്യക്തി അശ്അരിയാകുന്നതിനോ അശ്അരിയായ ഒരു വ്യക്തി മാതുരിദിയാകുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല. ഇവർ തമ്മിൽ ചെറിയ ഖിലാഫുകൾ ഉണ്ടെങ്കിലും അതിൽ പലതും വാചികമായ ലഫ്ലിയായ ലിറ്ററലായിട്ടുള്ള ഭിന്നതകൾ മാത്രമാണ്. ആശയപരമായ അല്പം ചില വിഷയങ്ങളിൽ ഭിന്നതകളുണ്ട്. പക്ഷെ അതിൽ വിശ്വസിച്ചത് കൊണ്ടോ വിശ്വസിക്കാതിരുന്നത് കൊണ്ടോ സ്വർഗനരകങ്ങളിലേക്ക് പോകുന്ന പ്രശ്നമല്ല. ഉദാഹരണം, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കലാമ് കേട്ടു. അത് അശായിറത്തും പറയുന്നു, മാതുരിദിയത്തും പറയുന്നു. പക്ഷെ എങ്ങനെ കേട്ടു എന്നതിൽ തർക്കമുണ്ട്. അപ്പോൾ എങ്ങനെ കേട്ടു എന്ന് ആ ചർച്ച ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തന്നെ പ്രശ്നമല്ല. ഇനി അതിൽ ആ ചർച്ചയിലേക്ക് പ്രവേശിച്ചു, ഒരാൾ പറഞ്ഞു 6 ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കേട്ടു എന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല, അതെല്ലാം മറ്റ് ശൈലിയിലാണ് കേട്ടത്, എങ്ങനെ വിശ്വസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അശായിറത്തും മാതുരിദിയത്തുമുള്ള ഖിലാഫുകൾ അത് കേവലം വാചികമല്ല. പല വിഷയങ്ങളിലെങ്കിലും അതിൽ നമ്മൾ എന്ത് നിലപാടെടുത്താലും ശരി, നമ്മൾ നരകശിക്ഷ അതിനർഹരായിത്തീരുന്ന വിഷയങ്ങളല്ല അത്. നമ്മളിവിടെ സാധാരണഗതിയിൽ കേരളത്തിൽ തർക്കങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം പൊതുവെ കേട്ട് ഇസ്ലാമിക തർക്കങ്ങളെന്ന് പറഞ്ഞാൽ ഒരാളെ മുശ്രിക്കാക്കുക അല്ലെങ്കിൽ കാഫറാക്കുന്ന തരത്തിലുള്ള തർക്കങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈജ്ഞാനികമായ ചർച്ചകളുടെ ഒരു ഡെപ്ത്, മനോഹരമായ ഡെപ്ത് ആസ്വദിക്കാൻ പലപ്പോഴും കേരളത്തിലുള്ള സുന്നി മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കോ സാധിക്കാറില്ല. കാരണം ഒരു വ്യത്യാസത്തിൻ്റെ പേരിൽ അയാൾ ബിദ്അത്തുകാരനായി അല്ലെങ്കിൽ അയാൾ കാഫറായി അല്ലെങ്കിൽ മുശ്രിക്കായി എന്ന് നെടുനീളം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ അശ്അരി മാതുരിദി സരണികളുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല സംസാരിച്ചു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ് കല്ലമല്ലാഹു മൂസ തക്ലീമ. പിന്നെ എങ്ങനെയാണ് ആ സംസാരം ബഹുമാനപ്പെട്ടവർ ഉൾക്കൊണ്ടത്? നമുക്കങ്ങനെ ഒരു പ്രയോഗം നടത്താൻ തോന്നുന്നു. എങ്ങനെയാണ് അവിടുത്തെ ശരീരത്തിലേക്ക് അതിനെ ആവാഹിച്ചത്? ഈ ഒരു ചർച്ച ശരിക്കും വരുന്നത് അല്ലാഹു തആല അവനെപ്പോലെ ഒന്നുമില്ല, അവന് സൃഷ്ടികളുടെ ആവശ്യവുമില്ല. അപ്പോൾ അള്ളാഹുവിന് സംസാരിക്കാൻ ഈ സൃഷ്ടികളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ആ സംസാരിച്ച ആശയം മൂസ നബി അലൈഹിസ്സലാമിന് കൈമാറുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഒരു വായുമണ്ഡലത്തിലൂടെ ശബ്ദതരംഗങ്ങളായി കടന്നു പോകേണ്ട ആവശ്യകതയും വരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മൂസ നബി അലൈഹിസ്സലാം കേട്ടത് അല്ലെങ്കിൽ അറിഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്.
അപ്പോൾ ആ ചർച്ച എന്തുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക? സ്വാഭാവികമായിട്ടും ഖുർആനിലോ ഹദീസിലോ എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഇത് കേട്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു തീർപ്പ് വ്യക്തമായി പറയാത്തത് കൊണ്ടാണ്. എന്തായാലും അതേക്കുറിച്ചൊരു വ്യക്തമായ പരാമർശം ഖുർആനോ ഹദീസോ അഥവാ സംസാരിച്ചു എന്നതിനെക്കുറിച്ച് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നതാണ്. എങ്ങനെ കേട്ടു എന്ന രീതിയെക്കുറിച്ച് അവിടെ ഒരു പരാമർശം ഇല്ലാത്തതുകൊണ്ട് ആ പരാമർശത്തെ എങ്ങനെ വിശദീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് അശരി മാതുരിദി സരണികൾ 2 തരത്തിൽ വിശദീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ തക്വീന് പരാമർശിച്ചു. തക്വീൻ എന്നൊരു സിഫത്ത് അല്ലാഹു തആല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന വിഷയത്തിൽ അശ്അരിയത്തിൻ്റെ ഇടയിലും മാതുരീദിയത്തിൻ്റെ ഇടയിലും തർക്കമില്ല. ഈ ക്രിയേറ്റ് ചെയ്യാനുള്ള വിശേഷണങ്ങൾ എന്നുള്ളിടത്ത് ഖുദ്റത്ത് മാത്രം എണ്ണിയാൽ മതിയോ? അതിൽ നിന്ന് തന്നെ ക്രിയേഷൻ നടക്കുമോ? അല്ല, ഖുദ്റത്തിൻ്റെ കൂടെ തക്വീന് എന്നൊരു സിഫത്ത് കൂടി വന്നാൽ മാത്രമേ ക്രിയേഷൻ നടക്കുള്ളൂ എന്നൊരു ചർച്ച മാത്രമാണത്. അടിസ്ഥാനപരമായി അള്ളാഹുവിൽ നിന്ന് ഈ വിഷയങ്ങൾ നടക്കുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. ഇവിടെയാണ് പരമാവധി സിഫത്തുകളുടെ എണ്ണം അത് ലിമിറ്റഡാക്കി ബൗണ്ട് ചെയ്യുകയും അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെയും ഈ സിഫത്തുകളുടെ ഉള്ളിൽ വരുന്നതാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മുത്തക്കല്ലിമീങ്ങളുടെ നമ്മുടെ പണ്ഡിതന്മാർ സ്വീകരിച്ചൊരു ശൈലി. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ അസ്മാഉകളിലൂടെ വരുന്ന വിശേഷണങ്ങളൊക്കെയും അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന ഓരോ വിശേഷണങ്ങളുടെയും ഉള്ളിൽ വരുന്നതാണ് എന്ന ഒരു അടിസ്ഥാനപരമായൊരു ആശയത്തെയാണ് ഈ ഖിലാഫ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു തക്വീൻ്റെ കൂടി ആവശ്യമുണ്ട് എന്നിടത്തേക്ക് മാതുരീദിയത്ത് എത്തുകയും എന്നാൽ തക്വീൻ ആവശ്യമില്ലാതെ ഖുദ്റത്തിൽ തന്നെ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ അശ്അരിയത്ത് സമർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സരണികളും തമ്മിലുള്ള ഈ ആധാന പ്രധാനം പരസ്പരം ആശയ കൈമാറ്റത്തിനും അതുപോലെ തന്നെ ആദരവുകൾ കൈമാറ്റത്തിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അഹ്ലുസുന്നയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെല്ലാം പുറമെ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഭാവ വിശേഷണം കൂടി ഇതിൽ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് പല ആളുകളും സംസാരിക്കാൻ വരുന്നുണ്ട്. അത് പലതരം വിശ്വാസധാരയിലുള്ളവരും എല്ലാവരെയും ബഹുമാനപ്പെട്ടവർ പരിഗണിക്കുകയും ഓരോരുത്തരായി ലൈൻ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഓരോ ചോദ്യകർത്താവിനും അവരവരുടെ ധിഷണയെ അവരവരുടെ ബോധ്യങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഇമാം അവർകൾ മറുപടി പറയുന്നത്. ബഹുമാനപ്പെട്ടവർ തന്നെ പല സംവാദങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആ സംവാദത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു ഒരു മടിയും ബഹുമാനപ്പെട്ടവർ കാണിക്കുന്നില്ല. കാരണം ആശയം ഞാൻ പറയുന്നത് സത്യമാണെങ്കിലും അതിന് ഞാൻ സമർത്ഥിച്ചിരിക്കുന്ന തെളിവത്ര ബലം പോരാ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ആശയം പിഴച്ചിട്ടുണ്ട് എന്നല്ല. എന്നാലും അതിന് ശേഷം പോലും വളരെ ശക്തമായി വന്ന പ്രതിയോഗി പോലും പലപ്പോഴും ഇമാം അവറുകളുടെ സ്വഭാവവും അതുപോലെ തന്നെ പരസ്പരം ഉൾക്കൊള്ളാനുള്ള ആ സ്നേഹ മസൃണമായ പെരുമാറ്റവും കാരണം തിരിച്ച് ഇമാം അവറുകളുടെ സരണിയിലേക്ക് തന്നെ വന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇമാം അശ്അരി തങ്ങളുടെ സരണിയിൽ എഴുതിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ അത് അശ്അരി സരണി അനുസരിച്ചാണോ മാതുരീദി സരണി അനുസരിച്ചാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ബഹുമാനപ്പെട്ട ഇമാം അശ്അരി തങ്ങൾ തന്നെ പുലർത്തിയ നീതിയാണ്. ആശയത്തോട് അള്ളാഹുവിൻ്റെ ദീനാണെന്ന രൂപത്തിൽ അതുകൊണ്ട് കാണിച്ചിരിക്കുന്ന മഹത്തായ നീതിയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ വഫാത്തായതിനു ശേഷം അന്നത്തെ ആളുകൾ ചർച്ചയിലാണ്. പണ്ഡിതന്മാർ പിന്നീട് ഇമാം അശ്അരി കർമ്മശാസ്ത്രപരമായിട്ട് ഏത് മദ്ഹബായിരുന്നു? ചിലർ പറഞ്ഞു ഷാഫി ആയിരുന്നു അവർ, ചിലർ പറഞ്ഞു അല്ല ഹനഫി ആയിരുന്നു, ചിലർ പറഞ്ഞു ഹംബലി ആയിരുന്നു. അപ്പോൾ ഏതായാലും പണ്ഡിതന്മാർ ഇതിൽ അവസാനമായിട്ട് എത്തി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാ മദ്ഹബുകളും ആ മദ്ഹബുകളിലെ ആത്യന്തികമായിട്ടുള്ള പരാമർശങ്ങൾ കർമ്മശാസ്ത്രപരമാണെങ്കിലും അതുപോലെ തന്നെ വിശ്വാസപരമാണെങ്കിലും സ്വീകാര്യമായിട്ടുള്ള മദ്ഹബുകളിൽ വന്നതൊന്നും അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്ന നിലപാടിലായിരുന്നു ബഹുമാനപ്പെട്ടവർ. പണ്ഡിതന്മാരതേക്കുറിച്ച് പറയുന്നത് ബഹുമാനപ്പെട്ടവർ മുസവ്വിബായിരുന്നു. അതായത് ഹനഫി മദ്ഹബിലൊരു മസ്അല കണ്ടാൽ ആ മസ്അലയ്ക്ക് അവരുടേതായ തെളിവുകളുണ്ട്, അത് പ്രകാരം അത് ശരിയാണ്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബ് പ്രകാരം വന്നിട്ടുള്ള ഒരു മസ്അല, ആ മസ്അല പ്രകാരം അത് അവരുടെ തെളിവുകൾ, അവർക്ക് ബോധ്യമായിട്ടുള്ള തെളിവുകൾ പ്രകാരം അത് ശരിയാണെന്ന് സമർത്ഥിക്കുന്ന ഒരു പ്രത്യേകതരം ധിഷണശാലിയും അതോടൊപ്പം തന്നെ വല്ലാതെ നീതിബോധമുള്ള ഒരു വ്യക്തിയുമായിരുന്നു ഇമാം അവറുകളെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ അശ്അരി ഇമാമിൻ്റെ ചരിത്രത്തിൽ തന്നെ പല ആളുകളും ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് ഇമാം അവറുകൾ ആദ്യം നൽകുന്നത്. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട മറുപടികൾ മഹാനവറുകൾ പറയുന്നൊരു ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് മഹാനവറുകൾ പറയുന്നത് തന്നെ നമ്മൾ വേറൊരാളുടെ മുമ്പിൽ സംശയത്തിനുള്ള വകുപ്പുകൾ ഇട്ടുകൊടുത്തുകൊണ്ട്
അതിന് മറുപടി പറയുക എന്നതല്ല. ഓരോരുത്തരുടെയും സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുക എന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു പാഠം മഹാനവറുകളുടെ ആ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, അശ്അരി ഇമാം ഒരു സംവാദത്തിൽ ബാഹ്യമായി തോറ്റുപോയാലും അല്ലെങ്കിൽ ആ സദസ്സിൽ ഒരു തെളിവ് സമ്പൂർണ്ണമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ തോറ്റിരിക്കുന്നു അല്ലെങ്കിൽ തോൽവി പരസ്യമായിട്ട് സമ്മതിക്കുമെന്ന്. ഇത് അശ്അരി ഇമാമിൻ്റെ ശിഷ്യന്മാരിലും കാണാൻ കഴിയുന്ന ഒരു ശൈലി തന്നെയാണ്. അതിൻ്റെ കാരണം മുഖദ്ദിമത്ത് ഇബ്നുൽ ഖൽദൂനിൽ കാണാം. ഇബ്നുൽ ഖൽദൂൻ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഇൽമുൽ കലാമിൻ്റെ അല്ലെങ്കിൽ അശ്അരി പണ്ഡിതന്മാരുടെ നിലപാടെന്ന് പറയുന്നത് ബുത്തുലാനുദ്ദലീലി ലാ യസ്തൽസിമു ബുത്തുലാനൽ മദ്ലൂലി. ഒരു കാര്യത്തിൻ്റെ തെളിവ് അത് നമുക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ തെളിവ് ശരിയായിട്ടില്ല എന്നതുകൊണ്ട് ആ കാര്യം ശരിയല്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് അള്ളാഹു ഉണ്ട് എന്നതിന് 4 തെളിവ് ഉണ്ടെങ്കിൽ അതിൽ 3 തെറ്റാണെന്ന് വന്നാൽ പോലും ആ കാര്യം തെറ്റാണെന്നല്ല. കാരണം ഒരു തെളിവുണ്ടല്ലോ. മാത്രമല്ല ഇദ്ദേഹത്തിന് 4 തെളിവുകളും തെറ്റായി തോന്നിയാലും 5ാമത്തൊരു തെളിവുണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് അശ്അരി പണ്ഡിതന്മാർ പലപ്പോഴും ഇത്തരം തോൽവികൾ സമ്മതിക്കുന്നത്. അതുപോലെ അശ്അരി ഇമാം പറഞ്ഞ പല കാര്യങ്ങളും ശേഷം വന്ന അശ്അരി പണ്ഡിതന്മാർ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആ വിശ്വാസ കാര്യങ്ങളെയല്ല. അശ്അരി ഇമാം പറഞ്ഞ തെളിവുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റൊരു അശ്അരി പണ്ഡിതൻ പറഞ്ഞ തെളിവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ഇവർ തിരുത്തി പറയും. അതിൻ്റെയൊക്കെ കാരണമായിട്ട് ഇബ്നു ഖൽദൂൻ റഹിമഹുല്ല പറയുന്നത് ഈ ഒരു കാരണമാണ്, ബുത്തുലാനുദ്ദലീലി ലാ യസ്തൽസിമു ബുത്തുലാനിൽ മദ്ലൂൽ എന്നത്. ഇവിടെയാണ് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി അതിൻ്റെ മനോഹാരിത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇസ്ലാം കൃത്യമായി ഒരു മനുഷ്യന് ജ്ഞാനം സമ്പാദിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെയാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓണ്ടോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്ലാം പ്യുവർലി ഐഡിയലിസ്റ്റിക് അല്ല, പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് അല്ല. ഇസ്ലാം അതിൻ്റെ സമ്പാദന രീതിയെ, ജ്ഞാനസമ്പാദന രീതിയെ കൃത്യമായി വരച്ചു കാണിക്കുന്നു എന്നുള്ളതാണ്. അസ്ബാബുൽ ഇൽമ് 3 പ്രധാനമായും 3 ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ തന്നെ ബുദ്ധിയെയും അതേപോലെ തന്നെ നഖിലുകളെയും എല്ലാത്തിനെയും ഇസ്ലാം കൃത്യമായി പരിഗണിക്കുന്നുണ്ട്. നഖിലുകളെ തന്നെ സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്ന ലോജിക്കലായിട്ടുള്ള കാരണങ്ങളെപ്പോലും കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് നഖിലുകളിലേക്ക് ചർച്ചകൾ തന്നെ പോകുന്നത്. മനോഹരമായിട്ടാണ് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി എന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സംവാദങ്ങളിലാണെങ്കിലും കേവലം ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നൊക്കെ പറയുന്ന ആളുകളാണല്ലോ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിലുള്ളത്. അതിനെയൊക്കെ കൃത്യമായി എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നത് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ നമുക്ക് വലിയൊരു മാതൃക കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സാബിർ ഉസ്താദ് പറഞ്ഞു യുക്തിയെക്കുറിച്ച്, അശായറത്തിൻ്റെ മൻഹജിനെക്കുറിച്ച് ചെറിയ ഒരു പരാമർശം നടത്തി. അപ്പോൾ അശായറത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അശ്അരി ഇമാമിനെക്കുറിച്ച് സാധാരണ പല ആളുകളും ഉന്നയിക്കാറുള്ളൊരു ആരോപണമാണ് അവർ ബുദ്ധിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു, നഖിലിനെ നിവേദനജ്ഞാനത്തെ തള്ളിക്കളയുന്നു എന്ന ഒരാരോപണം. അതിനെക്കുറിച്ച് എന്താണ്? സത് പറഞ്ഞ പോലെ ഈ അശ്അരികളെക്കുറിച്ചുള്ളൊരു ആരോപണമാണ്. അവർ ദിഷണക്ക് അഥവാ യുക്തിക്ക് പ്രാധാന്യം നൽകുന്നു, ഖുർആനിനും ഹദീസിനും ആ പ്രാധാന്യം നൽകി കാണുന്നില്ല എന്നൊരു ആരോപണമാണത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരത്തെ അതിന് മുൻഗാമികളായിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ അശ്അരി മസ്ലക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ മുഅ്തസിലികളുണ്ട്. ഈ മുഅ്തസിലികളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവരുടെ ദിഷണ, അവർക്ക് തോന്നിയ അവരുടെ ദിഷണയ്ക്ക് അല്ലെങ്കിൽ അവരുടെ യുക്തിക്ക് പ്രാധാന്യം നൽകുകയും അതിന് താഴെ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയുമാണ് ഖുർആനിനെയും ഹദീസിനെയും അവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, അത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമാണ് നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന ഒരവസ്ഥ. കേരളത്തിലെ ഉൽപ്പതിഷ്ണുക്കളുടെ ഒരു പോയ ചരിത്രം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ തരത്തിലാണ്. ഇപ്പോൾ സി എൻ അഹമ്മദ് മൗലവിയെ നമ്മളെടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ വഹാബിസത്തിൻ്റെ അല്ലെങ്കിൽ സലഫികളുടെ പൂർവ്വകാല അധിക കേരളത്തിലെ പണ്ഡിതന്മാരെയും നമ്മളെടുത്ത് നോക്കിയാൽ അവർ വല്ലാതെ യുക്തി ഭദ്രതയിൽ അല്ലെങ്കിൽ യുക്തി ബോധത്തെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെടുകയും അതിനനുസരിച്ച് കർമ്മശാസ്ത്രത്തെ അല്ലെങ്കിൽ ഖുർആനിനെയും ഹദീസിനെയും വിശദീകരിക്കേണ്ടതുണ്ട് എന്നൊരു വെപ്രാളം അവർക്കുണ്ടാവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം അവരന്ന് കൂടുതലായിട്ട് അവലംബിച്ചിരുന്നത് ഈജിപ്ഷ്യൻ സൈഡായിട്ടുള്ള അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് വന്നിരുന്ന സലഫിസത്തെയാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഈ കൂടുതൽ മുഅ്തസിലികളോട് അടുത്ത് നിൽക്കുന്ന ഒരു ടീമാണ് അവർ. കാരണം അവരുടെ ധാരയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്തയ്ക്ക് ബോധ്യപ്പെടാത്തത് ഖുർആനിൽ വന്നു കഴിഞ്ഞാൽ
എന്നവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്വാരസ്യം ഇങ്ങനെ കാണാം. അപ്പോൾ റഷീദ് റിളയുടെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം, ഈ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഈ മുഅ്ജിസത്ത് കറാമത്ത്, അതിമാനുഷ്യമായ സംഭവങ്ങൾ ഇതല്പം കുറഞ്ഞിരുന്നെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ള ബുദ്ധിജീവികൾ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതാണ് മുഅ്തസിലികളെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പൂർവ്വകാല സലഫികളെയും അസ്വസ്ഥപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് വീണ്ടും ഇമാം അശ്അരി എങ്ങനെയാണ് ഈ അഖ്ലിനെയും നഖ്ലിനെയും അഥവാ മനുഷ്യരുടെ യുക്തിയെയും ഖുർആൻ ഹദീസിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും എങ്ങനെ സമഞ്ജസിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ വളരെ മനോഹരമായ ഒരു രീതിശാസ്ത്രം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ രീതിശാസ്ത്രത്തെ വളരെ മനോഹരമായി വരച്ചു കാണിച്ചു തന്നത് നമുക്ക് കാണാം. അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. ആ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ വളരെ മനോഹരമാണ്. അൽ ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതാവസ്ഥ, വിശ്വാസത്തിലെ സന്തുലിതാവസ്ഥ എന്നാണ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിലെ സന്തുലിതാവസ്ഥ എന്ത് കാര്യത്തിനിടയിലാണ് സന്തുലിതത്വം നമുക്ക് ആവശ്യമാവുന്നത്? അഥവാ അഖ്ലിന് എങ്ങനെയാണ് പ്രാധാന്യം നൽകേണ്ടത്, ദിശയണയെ എങ്ങനെ നമ്മൾ പരിഗണിക്കണം, അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റലായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകൾ ഖുർആൻ ഹദീസ് ഇതിനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, ഇത് അന്നത്തെ കാലത്ത് വളരെ വലിയൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ചില ആളുകൾ ടെക്സ്റ്റലായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ മാത്രം സമീപിക്കുന്നു, അതിന് പകരം യുക്തിയെ എടുക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതിക്കാർ അന്ന് ഉണ്ടായിരുന്നു. ഇവരെയും അതുപോലെ തന്നെ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ ദിഷണയാണ് എന്ന് പറയുന്ന മുഅ്തസില പോലുള്ള വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളെയും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ മനോഹരമായി അഭിസംബോധനം ചെയ്ത് പറയുന്നൊരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം വളരെ മനോഹരമാണ്. അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നമ്മുടെ യുക്തി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദിഷണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ പോലെയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്നത് അത് സൂര്യനെ പോലെയാണ്. അപ്പോൾ ഒരു സൂര്യനെ അനുഭവിക്കണമെങ്കിൽ ആദ്യം ഒരു സൂര്യൻ ഉണ്ടാവണം. രണ്ടാമത് ആ സൂര്യനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു സ്വീകരണി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കണ്ണാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി തുറന്നിരുന്നാൽ മാത്രമേ സൂര്യനെ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് ബോധ്യമാവണമെങ്കിൽ നാം നമ്മുടെ ദിഷണ ഉപയോഗിച്ച് വേണം അതിനെ മനസ്സിലാക്കാൻ. ഇതാണ് സത്യം പറഞ്ഞാൽ അശ്അരി തരീഖത്തിൽ അൽ ജംഉ ബൈനൽ അഖ്ലി വൻ നഖ്ൽ എന്ന് പറയുന്ന ഒരു മഹത്തായ സംവിധാനം കൊണ്ടുവരാനുള്ള കാരണം. അതായത് ദിഷണയെയും പരിഗണിക്കുന്നു, ദിഷണയ്ക്ക് എന്ത് പ്രാധാന്യമാണോ കൊടുക്കേണ്ടത് അതേക്കുറിച്ച് അശ്അരികൾക്ക് ആശങ്കകളില്ല. അതേപോലെ തന്നെ എന്നാൽ അതേ സമയത്ത് തന്നെ ഖുർആനിനെയും ഹദീസിനെയും അവഗണിക്കുന്നു എന്നൊരു പ്രശ്നവും വരുന്നില്ല. കാരണം ഈ ഹദീസും ഖുർആനും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണല്ലോ ആത്യന്തികമായിട്ട്. അപ്പോൾ അള്ളാഹു ഹക്കീമാണ്, അവൻ്റെ അധ്യാപനങ്ങളിൽ ഒരിക്കലും ബൗദ്ധികമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടാവാനൊരു സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് നാം കാത്തിരുന്നാൽ എങ്കിലും നമുക്കതിൻ്റെ ബൗദ്ധികമായ തലം എന്താണെന്ന് മനസ്സിലാക്കാനാവും എന്ന ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടാണ് ഇമാം അശ്അരിയുടെ അശ്അരി സരണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മനോഹാരിത ബഹുമാനപ്പെട്ടവർ അങ്ങനെ വിശദീകരിച്ചത് അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ നഖലുകളുള്ള സമീപനം. ശരിക്കും അൽ മൻഹജുൽ വസത്തി ഒരു മിതമായ നിലവാരത്തിൽ രണ്ടിനെയും കാണുക എന്നൊരു സൗന്ദര്യമാണ് അശായറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ അൽ ഇഖ്തിസാദിലടക്കം ഗസാലി ഇമാം ഈ നഖലുകളെ നമ്മൾ സമീപിക്കേണ്ട രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കുമ്പോഴും നഖലുകളിലൂടെ ടെക്സ്റ്റുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുന്ന സമയത്തൊക്കെയും വരുന്നൊരു സംഗതി അള്ളാഹുവിനെ തഖ്ദീസ് ചെയ്യുക, സാങ്ക്ടിഫിക്കേഷൻ നടത്തുക. അസാസു തഖ്ദീസ് എന്നൊരു കിതാബ് തന്നെ ഗസാലി ഇമാം രചിച്ചിട്ടുണ്ട്, ബേസിക്സ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ആ കിതാബിൽ പറയുന്നത് ഇത് തന്നെയാണ്. അടിസ്ഥാനപരമായി അള്ളാഹുവിനോട് യോജിക്കാത്ത വിഷയങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നഖലും പറയുന്നു, അഖലും പറയുന്നു. ഇതിനെതിരായി പ്രത്യക്ഷത്തിൽ തോന്നുന്ന ചില കാര്യങ്ങളെ നഖലുകളിൽ നിന്ന് സ്വീകരിച്ച് അതിനെയാണ് സ്വീകരിക്കേണ്ടത്. ഈ പറയുന്ന തഖ്ദീസ് സാങ്ക്ടിഫിക്കേഷൻ നടത്താൻ പാടില്ല എന്നതിലേക്ക് കേരളീയ വഹാബികൾ ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഉസ്താദ് പറഞ്ഞതുപോലെ ഈജിപ്തിൽ നിന്ന് പിന്നീട് അവരുടെ ആശയ സ്രോതസ്സുകൾ ഗൾഫ് സലഫിസാവുകയും ഗൾഫ് സലഫിസത്തിൻ്റെ സ്വാധീനത്തിൽ അവർ ഇത്തരം കാര്യങ്ങളെ നഖലുകളായിട്ട് മാത്രം സമീപിക്കുകയും അതിൻ്റെ ബാഹ്യാർത്ഥം സ്വീകരിക്കൽ നിർബന്ധമാണ്. ബാഹ്യാർത്ഥം എന്ന് പറയുന്നത് മറ്റതും തവീലും ഒരു തരത്തിൽ ബാഹ്യാർത്ഥം തന്നെയാണ്. എന്നാൽ നേരെ ഒരു മനുഷ്യന് ആലോചിക്കുന്ന സമയത്ത് ആദ്യം അവൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നിടത്ത് ഗൾഫ് സലഫിസത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. അശായറത്തിൻ്റെ മൻഹജിനെ കുറിച്ച് ഉസ്താദ് സൂചിപ്പിച്ചു.
നക്കലിനെയും അക്കലിനെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണെന്ന്. ഈ രീതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ച് ഇമാം സനൂസിയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയും. സനൂസി ഇമാം പറയുന്നുണ്ട്, ഒരു വ്യക്തി പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ച പറഞ്ഞു തന്ന വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുന്നതിന് ചില നിർണിതമായ കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് അവർ പറയുന്നത് ദൈക്ഷണികമായ തെളിവുകൾ, യുക്തിപരമായ തെളിവുകൾ അറിയാതിരിക്കുക, അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നതാണ്. അത് ഇവിടെയുള്ള വഹാബികൾക്ക് തീരെ നമ്മൾ കാണുന്ന ഒരവസ്ഥയാണ് അവരുടേത്. അവർ മതപരമായ വിഷയങ്ങളിൽ ബുദ്ധിയെ പാടെ അവഗണിക്കുന്നു. ഖുർആൻ എടുത്തു നോക്കുക, അതിൽ നേരിട്ട് അർത്ഥം വെക്കുക. ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അല്ലാഹു തആല ഈ ആയത്തിൽ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്, ഈ പദത്തിന് ഇതല്ലാത്ത മറ്റു അർത്ഥങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ കണ്ടതെന്തോ അത് പെട്ടെന്ന് വിളിച്ചു പറയുക എന്നൊരു ശൈലി ഈ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയ മിക്ക ആളുകളിലും കാണാം. അതുകൊണ്ട് തന്നെ അവരുമായി ചർച്ച നടത്തുന്ന ആളുകൾ, ആ ചർച്ച നടത്തുന്ന ആളുകൾക്ക് കൃത്യമായൊരു മറുപടി, അവരുടെ മനസ്സിനും യുക്തിക്കും തൃപ്തികരമാകുന്ന രീതിയിലുള്ളൊരു മറുപടി കൊടുക്കാൻ പലപ്പോഴും ബിദ്അത്തുകാർക്ക് കഴിയുന്നില്ല എന്നതൊരു സത്യമാണ്. ഇവിടെ ദൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലപ്പോഴും വഹാബികൾ ഉന്നയിക്കുന്ന തെളിവുകൾ, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് ആയാലും കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് ആയാലും ഒക്കെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധി. ഈ രൂപത്തിലൂടെ ഒരു ദൈവത്തെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന ഒരു ഇലാഹിന് മാത്രമേ അത്തരം ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ അഖലിനെ മുന്തിക്കുന്നതിന് പകരം നഖലിനെ മുന്തിക്കുക വഴി അടിസ്ഥാനപരമായി സ്ഥാപിക്കപ്പെട്ട ദൈവാസ്തിക്യത്തെ തന്നെ നിഷേധിക്കുന്ന രൂപത്തിലേക്കാണ് അവരുടെ അവതരണങ്ങൾ പോകുന്നത്. ഒരു സർക്കുലർ റീസണിങ്ങിലാണ്. എങ്ങനെയാണ് അള്ളാഹുവിന് കൈയുണ്ട് എന്നൊരാൾ പറയുന്നത്? അള്ളാഹുവിനെ അവർ സ്ഥിരപ്പെടുത്തുന്നത് അതല്ലാത്ത മറ്റൊരു റീസൺ വെച്ചിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കോൺട്രാഡിക്ഷനാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അഖലുകൊണ്ട് ബുദ്ധിപരമായി ദൈവാസ്തിക്യം തെളിയിക്കുന്നു, നഖലുകളെ അതേപടി ഈ ദൈവാസ്തിക്യത്തെ സ്വീകരിക്കുക വഴി ഉണ്ടായിട്ടുള്ള പരിശുദ്ധമാക്കലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് പരസ്പരം വൈരുദ്ധ്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. സബർ സാർ പറഞ്ഞ പോലെ എനിക്കും ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ 2 വർഷം മുമ്പ് കോഴിക്കോട് വെച്ച് ഒരു യുക്തിവാദി നേതാവുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ട് നമ്മുടെ ഉസ്താദുമാർ ദീർഘമായി നേരിട്ട് സംസാരിച്ചു, വ്യക്തിപരമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ആ സംസാരത്തിൻ്റെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, നിങ്ങളുമായിട്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇനിയും താല്പര്യം വരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സംസാരത്തിനൊരു തുടക്കം, ഒരു ഒടുക്കം, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതി, അതിന് മറുപടി പറയുന്ന വളരെ ആഴത്തിലുള്ള ഒരു സംവേദനക്ഷമത എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ ഞാൻ പലപ്പോഴും സംവദിച്ചിരുന്നത് ഒന്നുകിൽ മുജാഹിദുകളോടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരോടോ ആയിരുന്നു. അവർ പക്ഷേ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിരുന്നത് ഒരു പക്ഷേ നേരിട്ട് ഖുർആൻ കോട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹദീസ് കോട്ട് ചെയ്തുകൊണ്ടോ ആയിരുന്നു. പക്ഷേ ഞാനൊരു യുക്തിവാദി എന്ന നിലയ്ക്ക് എനിക്കൊരിക്കലും അത് നേരിട്ട് അങ്ങനെ വന്നു ഖുർആനിലുണ്ട് ഹദീസിലുണ്ടെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആദർശപരമായിട്ടോ ആശയപരമായിട്ടോ സ്വീകരിക്കാൻ പറ്റിയ വാക്കുകളായിരുന്നില്ല. പകരം നിങ്ങളിപ്പോൾ എന്നോട് സംവദിക്കുന്നത് എൻ്റെ ഭാഷയിലാണെന്ന് അദ്ദേഹം പറയേണ്ടായി. അതായത് അതിനൊരു ഫിലോസഫിക്കൽ ടച്ചുണ്ട്. ശാസ്ത്രീയമായിട്ട് പറയേണ്ടടുത്ത് ശാസ്ത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ട്. അതിന് പകരം നേരത്തെ മറ്റു വിഭാഗം ശാസ്ത്രമാണെന്ന് കേൾക്കുമ്പോഴൊക്കെ വിരൽ പിടിക്കുന്ന ഒരു തരത്തിലുള്ള സ്വഭാവമായിരുന്നു കാണിച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാനും അതിൻ്റെ ദാർശനിക തലം എന്താണെന്ന് അവസാനം വരെ കണ്ടെത്താനുമുള്ള നിങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇൽമുൽ കലാമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടായി. ഇപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകതരം സഞ്ചാരത്തിലാണ്. നേരത്തെ അദ്ദേഹം ഒരു സലഫിയായിരുന്നു, പിന്നീട് നേരത്തെ ഒരു സുന്നിയായിരുന്നു, പിന്നെ അദ്ദേഹം സലഫിയായി, പിന്നെ സലഫി ആയതിനു ശേഷം പിന്നീട് അദ്ദേഹം യുക്തിവാദിയായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു എപ്പിസ്റ്റമോളജി, സ്വീകരിക്കുന്നത് എന്തറിവ് സ്വീകരിക്കുകയാണെങ്കിലും നമ്മുടെ ജ്ഞാനമാർഗ്ഗങ്ങൾ എന്താണ്, ജ്ഞാനമാർഗ്ഗങ്ങൾക്ക് എന്തുമാത്രം ഭദ്രതയുണ്ടോ അതനുസരിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ സമർത്ഥിക്കാനും കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എടുത്തുന്നയിക്കാനും സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, ഒരു വ്യക്തിപരമായ ഉദാഹരണമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ സയൻസ്, സയൻറ്റിഫിക് മെത്തേഡ് എല്ലാത്തിനും കൃത്യമായ ഒരു പൊസിഷൻ ഇസ്ലാം നൽകുന്നുണ്ട്.
ഓരോ തെളിവുകളുടെയും സെർട്ടനിറ്റി ലെവൽ എത്രത്തോളം ഉണ്ട്, ലോജിക്കൽ ആർഗ്യുമെൻസിൻ്റെ സെർട്ടനിറ്റി ലെവൽ എത്രയാണ്, സയൻറ്റിഫിക് മെത്തഡോളജിയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ സെർട്ടനിറ്റി ലെവൽ എത്രയാണ്, ലോജിക്കലി നമ്മൾ ഖബർ റസൂലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെയും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനെ നമ്മൾ സമീപിക്കേണ്ട രീതി എങ്ങനെയാണ്, എല്ലാം കൃത്യമായി. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ലോകത്ത് ശാസ്ത്രീയമായുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ റിനൈസൻസിൻ്റെ മുമ്പ് മുസ്ലിം ലോകത്ത് നടന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, വളർച്ചകൾ ഒരുപാടാണ്. അപ്പോൾ ഇതിനൊക്കെയും സമൂഹത്തെ പ്രാപ്തമാക്കുന്ന രീതിയിൽ മനോഹരമായൊരു എപ്പിസ്റ്റമോളജിയും അതിനെ കേവലം ഒരു താത്വികമായിട്ടുള്ള ഒരു സംഗതിയായി വെക്കാതെ അത് പ്രാക്ടിക്കലി സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഈ എപ്പിസ്റ്റമോളജിയെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ചർച്ചയിൽ കടന്നു വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് തോന്നുന്നു മുത്തശാബിഹാത്തുകളെക്കുറിച്ചുള്ള ചർച്ച. സ്വാഭാവികമായിട്ട് നമ്മളൊരുപാട് ജീവിതത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഖുർആനെ സമീപിക്കുമ്പോൾ അതുപോലുള്ളൊരു പുസ്തകമായിട്ടാണ് ഖുർആനെ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിലേക്ക് വരിക. അങ്ങനത്തെ ഒരു സ്ഥലത്ത് അശ്അരികൾ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. അതായത് ഖുർആനിൽ 2 തരം വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ 2 തരം വാക്യങ്ങളുണ്ട്. ഒന്ന് മുഹ്കമായ വാക്യങ്ങളും മറ്റൊന്ന് മുതശാബിഹായ വാക്യങ്ങളും. ഇത് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് തെറ്റായി മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം. എന്താണ് മുഹ്കമായ ആ വാക്കുകളുടെ പ്രത്യേകത? മുഹ്കം എന്ന് പറഞ്ഞാൽ വാചകത്തിൻ്റെ അർത്ഥം ഭദ്രമായത് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആശയം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യർക്ക് സാധ്യമാകുന്നിടത്തോളം അവരുടെ ബോധ്യത്തിലെത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അതിൽ കിടക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതേക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഹുന്ന ഉമ്മുൽ കിതാബ്. അത് ഈ കിതാബിൻ്റെ പരിശുദ്ധമായ ഖുർആൻ്റെ അടിസ്ഥാനം അതാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു വ ഉഖറു മുതശാബിഹാത്ത്, മറ്റുള്ളത് മുതശാബിഹാത്താണ്. എന്താണ് മുതശാബിഹാത്ത് എന്ന പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം? മുതശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം നമുക്ക് തന്നെ കണ്ടാൽ വ്യക്തതക്കുറവുള്ള ചില വാചകങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തതക്കുറവുള്ള, ആത്യന്തികമായിട്ടത് വ്യക്തതക്കുറവുള്ള വാചകങ്ങളല്ല. അള്ളാഹു ആണല്ലോ ഖുർആൻ തരുന്നത്. അപ്പോൾ അതിന് അർത്ഥങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യ സഹജമായ നമ്മുടെ ജ്ഞാനങ്ങളുടെ അല്ലെങ്കിൽ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില പരാമർശങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മുതശാബിഹാത്ത് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ ഖുർആനിൽ 2 തരം വചനങ്ങൾ നമുക്ക് കാണാം. അവിടെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ആദ്യം തന്നെ നമുക്ക് വരുന്നൊരു സംശയം ഉണ്ടാവും. ഈ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരാശിയെ മുഴുവൻ നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കാനുള്ള ഒരു ഗ്രന്ഥമാണല്ലോ. അപ്പോൾ അതിൽ തന്നെ പ്രത്യക്ഷത്തിൽ മനുഷ്യരാശിക്ക് ബോധ്യം വരാത്ത വാചകങ്ങളും പരാമർശങ്ങളും ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്നൊരു ചിന്ത ആദ്യമായിട്ട് അവിടെ വരും. അപ്പോൾ ആദ്യം നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ തോന്നും. അതായത് ഇത്തരം പരാമർശങ്ങളിൽ ഒരിക്കലും നമ്മൾ അനുഷ്ഠിക്കേണ്ട, അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മളുടെ ഉന്നതിക്ക് ആവശ്യമായ ഒരു കാര്യങ്ങളും അതിൽ പറയുന്നില്ല. അപ്പോൾ അഹ്കാമുകൾ അതിൽ പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളോട് അഭിസംബോധന ചെയ്ത് നിങ്ങൾ ഇന്ന ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നത് മുതശാബിഹായ ഒരു ആയത്ത് കൊണ്ടാണെങ്കിൽ, അഥവാ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് നമുക്ക് വേണ്ട വിധം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാചകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ പരാമർശങ്ങളൊന്നും ഈ വാചകങ്ങളിലില്ല, അഥവാ മുതശാബിഹാത്തുകളിൽ വിധിവിലക്കുകളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്തിനാണ് പരിശുദ്ധമായ ഖുർആൻ ഈ 2 തരത്തിൽ? അത് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്, ഖുർആൻ്റെ സ്റ്റൈലാണ്. ഖുർആന് മുഹ്കമായ അഥവാ ഉമ്മുൽ കിതാബായിട്ടുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ മുതശാബിഹായിട്ടുള്ള പരാമർശങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മുതശാബിഹാത്തിനെ കുറിച്ച് എന്ത് നിലപാടെടുക്കണം നമ്മൾ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടാണ് അശായറത്ത് എടുത്തിട്ടുള്ളത്. അത് അശ്അരികളെക്കുറിച്ച് പലരും വലിയ വലിയ ആരോപണങ്ങളൊക്കെ നടത്തുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് അത്ര ആരോപണ വിധേയമാകേണ്ട ഒരു കാര്യവുമല്ല. വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നൂറാൻ ഉസ്താദിലേക്കൊന്ന് കിടക്കണം. അശായറത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എല്ലാ വചനങ്ങളും അത് ഒരു അക്ഷരം പോലും വിട്ടുപോകാതെ അല്ലാഹു തആല പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുക. അതിൻ്റെ അർത്ഥം ചിലത് സുവ്യക്തമായി ഒരു വ്യാഖ്യാനവും സ്വീകരിക്കാത്ത രീതിയിൽ സ്പഷ്ടമായതുണ്ടാകും. അവിടെ അശായറത്ത് അത് അങ്ങനെ തന്നെ സ്വീകരിക്കും. നേരത്തെ സാബിർ ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലാഹു തആല സൃഷ്ടികളിൽ നിന്ന് സമ്പൂർണമായും വ്യതിരക്തനാണ്. സൃഷ്ടികളുടെ വിശേഷണങ്ങൾ സൃഷ്ടികൾക്കുള്ളതുപോലെ
കൈ, കാല് ഇങ്ങനെയുള്ള ഒന്നും അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. ഒരു ദൈവത്തിനും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത്തരം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സത്ത അത് ദൈവമായിരിക്കില്ല എന്നൊക്കെ ബുദ്ധി മുഖേന തന്നെ ദൈക്ഷണിക തെളിവ് വെച്ച് തന്നെ തെളിയിക്കും. എന്നിട്ടാണ് ഖുർആനിൻ്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വായിക്കുന്നത്. അപ്പോൾ അതിൽ ചില പദങ്ങൾ കാണാം. യദുല്ലാഹി, അള്ളാഹുവിൻ്റെ യദ്. ഇവിടെ അശായിറത്തിന് അതുപോലെ മുഅ്മിനുകൾക്ക് രണ്ട് രീതി സ്വീകരിക്കാം. ഒന്ന്, യദ് എന്നത് അങ്ങ് ഓതിപ്പോകാം, അതിൻ്റെ അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ശൈലി. മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം നമ്മൾ പറയണം. കാരണം എല്ലാം അറബി നാടുകളിൽ ജീവിക്കുന്ന ആളുകളല്ല, പലർക്കും അതിൻ്റെ അർത്ഥം അറിയേണ്ടി വരും, പലപ്പോഴും നമ്മൾ പറയേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് സ്വീകരിക്കണം, എന്ത് പറയണം? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അതിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധി, തൻസീഹ്, അതിന് എതിരാകാത്ത രീതിയിൽ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ അതിന് അനുയോജ്യമായ അർത്ഥങ്ങൾ വെക്കണം. ഒന്നെങ്കിൽ അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുദ്റത്ത്, ശക്തി എന്നർത്ഥം വെക്കാം. ഇങ്ങനെ എന്തെങ്കിലും തഅ്വീലുകൾ സ്വീകരിക്കണം എന്നാണ് അശായറത്തിലെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത്. അശായറത്തിൽ തന്നെ ഈ രണ്ട് മദ്ഹബ് സ്വീകരിച്ചവരുമുണ്ട്. തഫ്വീലിൻ്റെ മദ്ഹബും തഅ്വീലിൻ്റെ മദ്ഹബും സ്വീകരിച്ചവരുണ്ട്. ഈ നിലപാടിനെ പലരും തള്ളിപ്പറയാറുണ്ട്. അശായറത്ത് ഖുർആൻ പറഞ്ഞതിനെ തള്ളിപ്പറയുന്നു, അംഗീകരിക്കുന്നില്ല എന്ന്. ഇത് ശരിയല്ല. കാരണം ഖുർആൻ പറഞ്ഞത് ആ വചനങ്ങളാണ്, അതിനെ ഒരിക്കലും അശായറത്ത് തള്ളിപ്പറയുന്നില്ല. അതോടുകൂടെ ഇതിൻ്റെ ആശയങ്ങളെ തഅ്വീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്ക് പലരും ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും, വ്യാഖ്യാന ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. അത് തഅ്വീൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അവർ മനസ്സിലാക്കിയിട്ടുള്ളത് തഅ്വീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല യദുകൊണ്ട് കൈ എന്ന് ഉദ്ദേശിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇരുന്ന് അശായറത്ത് പറയുന്നു അള്ളാഹു താല ഉദ്ദേശിച്ചതല്ല അവിടെ ഉദ്ദേശിക്കേണ്ടത്. ഇതാണ് പലരും തഅ്വീലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അശായറത്ത് പറയുന്നത് അതല്ല. അശായറത്ത് പറയുന്നു അള്ളാഹു താല യദ് എന്നാണ് പ്രയോഗിച്ചത്. യദ് എന്ന പദം നിങ്ങൾക്ക് പരിചിതമായ അർത്ഥം അതിന് കൈ എന്നാണ്. ആ അർത്ഥമല്ല അള്ളാഹു താല ഉദ്ദേശിച്ചത്. അപ്പോൾ അള്ളാഹു താല ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമല്ല എന്നാണ് അശായറത്ത് പറഞ്ഞു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുറാദ് എന്താണ്, അള്ളാഹു താല ആ പദത്തിന് കൊടുത്ത അർത്ഥം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് തഅ്വീൽ. അല്ലാതെ അള്ളാഹു താല ഒന്ന് ഉദ്ദേശിച്ചു എന്നിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് സർഫുൽ ലഫ്ളി അൻ മഅനാഹു, ഒരു പദത്തെ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ തഅ്വീലിന് അർത്ഥം പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ബാഹ്യാർത്ഥം ഉണ്ടാവും, അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നു എന്നാ. അല്ലാതെ അള്ളാഹുവിൻ്റെ നബിതങ്ങളുടെ മുറാദ്, അവരുടെ ഒരു ഉദ്ദിഷ്ട ലക്ഷ്യം ഉണ്ടാവും, അതിൽ നിന്നും ഒഴിവാക്കുന്നു എന്നല്ല. അപ്പോൾ ഈ രീതിയിൽ അശായറത്തിൻ്റെ നിലപാടിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും സ്വീകാര്യമാകും എന്നാണ് തോന്നുന്നത്. ഈ അശായറത്തിൻ്റെ ഈ നിലപാടിനൊരു അടിസ്ഥാന കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആത്യന്തികമായിട്ടൊരു സാധനത്തെ കണ്ട് നമുക്കൊരു സാധനത്തെ കണ്ടാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാനാവും. അല്ലെങ്കിൽ ആ വസ്തുവിനെ പോലുള്ള എന്തെങ്കിലും വേറെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് വിശദീകരിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളയിൽ വരുന്നു, അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ എങ്ങനെയായിരിക്കും എന്ന് ചിലപ്പോൾ മീഡിയകളൊന്നും ദർശിക്കാത്ത ഒരു സാധാരണക്കാരനായ അയാൾ സാധാരണ ഒരു റെയിൽവേ ട്രാക്കിൽ പോയി നിന്നുകൊണ്ട് സാധാരണ ഒരു തീവണ്ടി കണ്ട് ഏകദേശം ഇതുപോലെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സമാനമായ ഒരു വസ്തുവിനെ അദ്ദേഹം ദർശിച്ചു എന്നുള്ളതാണ് കാരണം. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ സത്തയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇവിടെ സൃഷ്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതി വരികയാണ്. അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ സത്തയെ ദർശിച്ചിട്ടില്ല, സമാനമായ സത്തയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹു തആല അവനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം? അപ്പോൾ അതേക്കുറിച്ച് അശായറത്തിൽ തന്നെയുള്ള ആദ്യകാല പണ്ഡിതന്മാർ പറഞ്ഞു നമുക്കത് തഫ്വീൽ ചെയ്യാം, അത് ഏൽപ്പിക്കുക എന്ന തഫ്വീലിന് അർത്ഥം. അതായത് അള്ളാഹുവിനെ അങ്ങ് ഏൽപ്പിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു തന്നെ അറിയുള്ളൂ, നമുക്കറിയില്ല. അള്ളാഹു അഅലമു ബി മുറാദിഹി ബിദാലിക് എന്നവർ പറയും. അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് മാത്രം അറിഞ്ഞതുകൊണ്ട് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ആ ആത്യന്തികമായ സത്തയെ നമ്മൾ എവിടെ നിന്നും ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സമാനമായൊരു സത്തയെ കാണാനും സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൽ കൽപ്പനയോ വിരോധനങ്ങളോ അതിൽ വരാത്തത് കൊണ്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും അതിലില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അല്ലാഹു തആല അത്തരം ചില പരാമർശങ്ങൾ നടത്തിയത്? അതിന് ആത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നത് മരണപ്പെട്ട് പോയതിന് ശേഷം നമ്മൾ അള്ളാഹുവിനെ ദർശിക്കും.
ആ ദർശിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദാത്തുകളെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ മനസ്സിലാവാതെ നമ്മൾ മനസ്സിൽ അള്ളാഹുവുമായിട്ടുള്ള ആ വിസാലിന്, അവനുമായിട്ടുള്ള സംഗമത്തിന് വേണ്ടി നമുക്കങ്ങനെയാണല്ലോ, അറിയാത്തൊരു കാര്യം അതറിഞ്ഞെടുക്കാനുള്ള ഒരു വല്ലാത്ത ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ ജിജ്ഞാസ വികസിച്ചാണ് സത്യം പറഞ്ഞാൽ അള്ളാഹുവിനെ സ്വർഗത്തിൽ ഒന്ന് കാണിച്ചു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ആ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിക്കാത്ത തരത്തിൽ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അക്രമമാണ്. കാരണം അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. മുഹ്കമായ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് മുത്തശാബിഹാത്തുകൾ വന്നു കഴിഞ്ഞാൽ ഈ മുഹ്കമുകൾക്ക് എതിരാവാത്ത തരത്തിൽ നമ്മൾ വിശദീകരിക്കുകയോ മനസ്സിലാക്കുകയോ വേണം. അപ്പം ഹുന്ന ഉമ്മുൽ കിതാബ് എന്ന് നമ്മളോട് പറഞ്ഞു, ഇതാണ് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിന് വിരുദ്ധമാവാൻ പാടില്ല. അപ്പോൾ ലൈസ കമിത്ലിഹി ഷൈ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല, അല്ലെങ്കിൽ അതിന് സമാനമായതൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുത്തശാബിഹായ ആയാത്തുകൾ എടുത്തു വെച്ചുകൊണ്ട് അത് അള്ളാഹുവിനെക്കുറിച്ച് സൃഷ്ടികളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അള്ളാഹുവോട് ചെയ്യുന്ന അക്രമമാകുന്നു. ഇവിടെയാണ് അശരികൾ ഇടപെടുന്നത്. അപ്പോൾ നേരത്തെ നൂറാൻ ഉസ്താദ് പറഞ്ഞതുപോലെ എങ്ങനെ ഇടപെടുന്നു എന്ന് വെച്ചാൽ, ആദ്യകാലത്ത് ഇസ്ലാം അറബ് നാടുകളിലും അറബ് സംസ്കാരങ്ങളിലുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇമാമുകൾ ചിന്തിക്കുന്നത് ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ തഫ്വീലിൻ്റെ മദ്ഹബ് തന്നെയാണ് ആവശ്യം. കാരണം അത് അള്ളാഹുവാണ് അതിൻ്റെ ഉദ്ദേശം അറിയുക എന്ന്. എന്നാൽ അറബേതരായിട്ടുള്ള ആളുകളിലേക്ക് കൂടി ഇസ്ലാം കടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങൾ ചോദിക്കും, എന്നാലും അതിന് വാചികമായൊരു അർത്ഥം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? അപ്പോൾ അങ്ങനത്തെ ഒരു തലത്തിലേക്ക് ഈ ആശയം കടന്നു ചെല്ലുന്ന സമയത്ത് പലരും അതിൻ്റെ കേവലമായ വാചികാർത്ഥം മാത്രം ഒതുക്കുമ്പോൾ അതുകൊണ്ട് അപകടങ്ങളുണ്ടാകും. അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ യദുല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കരം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹു ഒരു ഓർഗൻ, അവയവങ്ങളും അംഗങ്ങളുമുള്ള ഒരു ആളായി തീർന്നാൽ അത് അപകടകരമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു അള്ളാഹുവിനെ പരിശുദ്ധമായ ഖുർആനോ ഹദീസോ പരിചയപ്പെടുത്തുന്നില്ല. ഇവിടെ നിന്നാണ് അശ്അരികൾ കൃത്യമായിട്ട് തഅ്വീൽ എന്ന് പറയുന്ന ഒരു നിലപാട് കൊണ്ടുവരുന്നത്. തത്വത്തിൽ പറഞ്ഞാൽ, ആത്യന്തികമായി പറഞ്ഞാൽ ഈ രണ്ട് നിലപാടുകളും തമ്മിൽ വൈരുദ്ധ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ ദാത്തിനെ, സത്തയെ നമുക്ക് ഈ രണ്ട് വാചകങ്ങൾ കൊണ്ടും വിശദീകരിക്കാനാവില്ല. തഅ്വീലിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി പണ്ഡിതന്മാർ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് തഅ്വീലാണ് അള്ളാഹുവിൻ്റെ മുറാദ് എന്ന് നമ്മൾ പറയുന്നില്ല. അള്ളാഹുവിൻ്റെ മുറാദ് അള്ളാഹു അലമു ബി മുറാദിഹി ബിദാലിക്. അള്ളാഹു എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. പക്ഷേ നമ്മുടെ ജ്ഞാനബോധത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ മഹത്വത്തോട് വിരുദ്ധമാവാത്ത പരമാവധി അർത്ഥത്തിലേക്കുള്ള ഒരു ശ്രമം മാത്രമാണ്, അഥവാ തെറ്റിദ്ധാരണകളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് തഅ്വീൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തഅ്വീൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അശ്അരികളെ പരിഹസിക്കുന്ന ആളുകൾ തന്നെ വളരെ രസകരമായൊരു നിലപാടാണ് അവർ ഇതിലെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ സലഫികളായിട്ടുള്ള ആളുകൾ ഇത് വിശദീകരിക്കുന്നിടത്ത്, അവർ അസ്മാ സിഫാത്ത് വിശദീകരിക്കുന്നിടത്ത് വളരെ പരിഹാസ്യപരമായിട്ടുള്ളൊരു കാര്യം കാണാം. അവർ പറയും അശ്അരികൾ യദ് എന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നെന്ന് പറയും. നേരത്തെ ഉസ്താദ് വ്യാഖ്യാനം എന്ന് പറഞ്ഞതിൻ്റെ മഹത്വം അതാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിനെ ദുർവ്യാഖ്യാനമല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അവർ തന്നെ തത്വത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയും അള്ളാഹുവിൻ്റെ യദ് എന്ന സിഫത്ത് എന്നാണ് പറയുന്നത്. അത് തന്നെ പരിഹാസ്യമാണല്ലോ, അത് തന്നെ ഒരു വ്യാഖ്യാനമാണ്. കാരണം യദ് എന്ന് പറയുന്നത് ഒരു വിശേഷണമല്ല. നമുക്കറിയാം ഭാഷാപരമായിട്ട് യദ് എന്ന് പറയുന്നതിന് കൈ എന്നാണ് അർത്ഥം. കൈ എന്നത് എങ്ങനെയാണ് ഒരു വിശേഷണമാവുക? അതൊരു സത്തയാണല്ലോ, അല്ലെങ്കിൽ ഒരു ഓർഗനാണല്ലോ, ഒരു അവയവമാണല്ലോ. അപ്പോൾ തത്വത്തിൽ അശ്അരികൾ പറയുന്നതിൻ്റെ പ്രാഥമികമായൊരു തഅ്വീല് സലഫികളും തുടങ്ങി വെക്കുന്നുണ്ട്. കാരണം സത്താപരമായിട്ടുള്ള ഒരു വിശേഷണത്തെക്കുറിച്ചാണ് എന്നവർ പറയുകയും സത്തയെക്കുറിച്ച് വിശേഷണം യതെന്ന ഒരു ഓർഗനെ കുറിച്ചാണെങ്കിൽ അവർ പറയുന്നത് പ്രകാരം, നമ്മൾ പറയുന്നത് പ്രകാരമല്ല. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് അവർ വിശേഷണം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ആദ്യത്തെ ഒരു പരിഹാസം തന്നെ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, അവരുടെ ആശയത്തിൻ്റെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യാഖ്യാന സാധ്യത പൂർണ്ണമാവുകയും അവരുടെ വ്യാഖ്യാന സാധ്യത അപൂർണമാവുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് ഈ മുത്തശാബിഹാത്തുകളെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കാനുള്ളത്. തഫ്വീലിൻ്റെ ത്വരീഖ് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മിനി തഅ്വീലാണെന്നൊക്കെ പറയാം. കാരണം യദ് എന്ന പദത്തിന് ആ അർത്ഥം ബാഹ്യമായി നമ്മൾ പറയുന്ന ഓർഗൻ, ആ ഒരു അർത്ഥം ഉദ്ദേശിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ സ്ഥാപിച്ച ദൈവത്തിനും എതിരാണ്. അതേസമയം ഉസ്താദ് പറഞ്ഞതുപോലെ ലൈസ കമിത്ലിഹി ഷൈഉൻ എന്ന് പറയുന്നതിനും എതിരാണ്. ആ ദൈവത്തിന് സ്ഥലമുണ്ടാകാൻ പാടില്ല, കാലമുണ്ടാകാൻ പാടില്ല.
ഇത് രണ്ടും അല്ലാത്തൊരു ഓർഗൻ എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക? അപ്പോൾ ഓർഗൻ എന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒരിക്കലും അള്ളാഹുവിനുണ്ടാകാൻ പാടില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ തൻസീഹ് വരുന്നത്. ഇത്തരം ആലോചനകൾക്ക് അവസരങ്ങൾ കൊടുക്കാതെ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ യത് എന്നത് നേരെ ഒരു ഓർഗൻ എന്നർത്ഥം വെക്കുകയും എന്നാൽ ആ ഓർഗൻ്റെ കൈഫ് നമുക്കറിയില്ല എന്നെടുത്ത് കൊണ്ടുപോയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വൽ കൈഫ് മജ്ഹൂലുൻ അല്ലെങ്കിൽ വൽ കൈഫ് ഗൈറു മഅഖൂലിൻ എന്ന് പറഞ്ഞ കൈഫ് എന്നത് തന്നെ മഅഖൂലല്ല എന്ന് പറഞ്ഞതിനെ കൈ താത്തിയിട്ടാണോ പൊന്തിച്ചിട്ടാണോ എന്നറിയില്ല എന്ന വളരെ വികലമായൊരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ സലഫികൾ നൽകുന്നത്. ഇവിടെ മുത്തശാബിഹാത്തിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അല്ലാഹു തആല എന്തിനാണ് ഖുർആനിൽ മുത്തശാബിഹാത്ത് പറഞ്ഞത്, വെറും മുഹ്കം അങ്ങ് പറഞ്ഞു പോയാൽ പോരെ എന്ന്. അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് മുഹ്കമും മുത്തശാബിഹും രണ്ടും കൂടെ പറയുക എന്നത് റഹ്മത്താണ്. ഇസ്ലാമിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കാണാം. ഇപ്പോൾ ഫിഖ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ടൈറ്റായിട്ടുള്ള നിയമങ്ങളുണ്ടാവും, വളരെ പ്രയാസമായിരിക്കും. അതേ വിഷയത്തിൽ തന്നെ ഇമാം ഷഹറാനി റഹിമഹുല്ലൊക്കെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടെ പ്രയാസകരമല്ലാത്ത മസലയും ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾ രണ്ട് വിഭാഗം, ഇവർക്കിത് രണ്ടും എടുക്കാം ഓരോരുത്തരുടെയും ത്രാണി അനുസരിച്ച്. അതുപോലെ വിശ്വാസ കാര്യങ്ങളിൽ നേരത്തെ യാതൊരു സൃഷ്ടിയുടെ വിശേഷണങ്ങളുമില്ലാത്ത പരിശുദ്ധനായ ഒരു ദാത്തിനെ ഒരു സത്തയെ സങ്കല്പിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ സങ്കല്പിക്കാൻ കഴിയാതെ നേരത്തെ അവർ പല ബിംബങ്ങളെയും ആരാധിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. നേരത്തെ ബിംബാരാധകരായ ആളുകൾ, അതുപോലെ അത്തരം നാടുകളിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് പെട്ടെന്ന് ചെന്നിട്ട് യാതൊരു വിശേഷണവുമില്ലാത്ത സൃഷ്ടിയുടേതുപോലെ യാതൊരു ഉപമയുമില്ലാത്ത ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അതാണെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ അതല്ലാത്തൊരു പദം പ്രയോഗിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ഹിക്മത്ത്. അപ്പോൾ അത്തരം ആളുകളോടുള്ളൊരു റഹ്മത്താണ് ഇത്തരം പ്രയോഗമെന്ന് അയിമത്ത് പറഞ്ഞത് കാണാം. ഇമാം ഷഹറാനി അത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഒരു കിതാബുണ്ട് മീസാനുൽ അഖായിദി ഷഹറാനിയ. ആ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പ്രതിപാദനം കാണാം. ഇതേപോലെ അശായറത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അശായറത്ത് മുതഖദ്ദിമീങ്ങളായ പൂർവ്വകാല പണ്ഡിതന്മാരുടെ സരണിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതിന് അവർ തെളിവ് പറയുന്നത് ശർഹുൽ അഖായിദ് അടക്കമുള്ള കിതാബുകളിൽ അൽ ഈമാനു ലാ യസീദു വലാ യൻഖുസു എന്ന് പറയുകയും എന്നാൽ പൂർവ്വകാലത്ത് ജീവിച്ചു പോയ ആലിമീങ്ങൾ അവർ അൽ ഈമാനു യസീദു വ യൻഖുസു എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശായറത്തിനെ വിമർശിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ലഫ്ളിയായ ഒരു ഖിലാഫ് മാത്രമാണ്. കേവലം വാചകത്തിൽ ഏത് ഉപയോഗിക്കണം എന്നതിലപ്പുറം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് രണ്ട് കൂട്ടർക്കിടയിലും ഒരു ഖിലാഫുമില്ല. മുർജിഅത്ത് ആണ് ഇസ്ലാമിക ലോകത്ത് ഈമാൻ വിശ്വാസത്തിന് ശേഷം ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ ഒന്നും അവനെ ബാധിക്കുകയില്ല എന്ന് പറയുന്നത്. അവിശ്വാസികളായ ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ബാധിക്കാത്തതുപോലെ തന്നെ ദുഷ്കർമ്മികളായ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അതൊന്നും അവരെ ബാധിക്കുകയില്ല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈമാൻ പ്രവർത്തനങ്ങളോടുകൂടെ തസ്ദീഖ് അള്ളാഹുവിനെ വിശ്വസിക്കുകയും അതോടൊപ്പം പ്രവർത്തനങ്ങളോടുകൂടെ ഈമാനിൻ്റെ പൂർണ്ണത അത് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് പൂർവ്വകാല പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ അത് പ്രഭയുടെ വിഷയത്തിലും വ്യത്യാസങ്ങളുണ്ടാവാം. ആ പ്രഭ വർദ്ധിക്കുകയും പ്രഭ കുറയുകയും ചെയ്യാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ എന്ന് പറയുന്നത് വലിയ പ്രഭയുള്ള ഈമാനാണ്, ഈമാനികമായി വലിയ ഉന്നതിയിലാണ്. അതേസമയത്ത് ഈമാനുള്ള മറ്റു സഹാബികളുടെ ഈമാനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതിന് പ്രഭ കുറവാണ്. ഈ പ്രഭ കുറയുന്നത് കൊണ്ടുണ്ടാകുന്നത് എന്താണ്? അത് അവരുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതലായിരിക്കും. ഈമാനികമായി പ്രഭയോടുകൂടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരേ സൽക്കർമ്മങ്ങൾക്ക് തന്നെ പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇവിടെയാണ് മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ അവർ മുഅ്തസിലത്തിനോടാണ് കൂടുതൽ എതിരിടുന്നത്. മുഅ്തസിലകളായ ആളുകളിൽ അവർക്കുണ്ടായിരുന്ന ഒരു വാദം, ഒരാൾ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈമാനിന് ശേഷം അയാളൊരു കബീറത്ത് ഒരു വൻദോഷം അയാൾ ചെയ്യുന്നതോടുകൂടെ അയാൾ മുഅ്മിനല്ലാതാകുന്നു എന്നൊരു വാദം മുഅ്തസിലത്തിനുണ്ടായിരുന്നു. അയാൾ മുഅ്മിനല്ല, ലൈസബി മുഅ്മിനിൻ എന്നവർ വാദിച്ചു. അപ്പോൾ ഈമാനിൻ്റെ അതുവഴി അവർ സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് കാലാകാലം കിടക്കുകയും ചെയ്യുക. അതായത് ഉസ്താദ് പറഞ്ഞത് നമുക്ക് ഈ സാധാരണഗതിയിൽ
അശ്അരികളെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണമാണ്. മഹത്തുക്കളായ പല പണ്ഡിതന്മാരും വിശ്വാസം അത് യസീദു വയങ്കുസു, കൂടും കുറയും എന്നിങ്ങനെ പരാമർശിച്ചത് കാണാം. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹിലെ പല അധ്യായങ്ങളിലും ഒക്കെ ഒരു അടിക്കടി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് അൽ ഈമാനു യസീദു വയങ്കുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന ഒരു കാര്യം. അപ്പോൾ അതേ സമയത്ത് തന്നെ അശ്അരികളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം അൽ ഈമാനു ലാ യസീദു വലാ യങ്കുസു, വിശ്വാസമെന്ന് പറഞ്ഞാൽ അത് കൂടുകയുമില്ല കുറയുകയുമില്ല. അപ്പോൾ ഇത് തമ്മിൽ വൈരുദ്ധ്യമായില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ ഈമാൻ വർദ്ധിക്കും ചുരുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അധികവും മുഹദ്ദിസുകളാണ്. ആ മുഹദ്ദിസുകൾ അന്നത്തെ കാലത്ത് അവർ നേരിട്ടിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള മുർജിഅത്ത് എന്നൊരു വിഭാഗത്തെയായിരുന്നു. അവർ പറഞ്ഞിരുന്നത് വിശ്വാസം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി, വിശ്വാസത്തിനപ്പുറം കർമ്മങ്ങളില്ലെങ്കിലും അദ്ദേഹം രക്ഷപ്പെടും എന്ന ഒരു വികലമായ വാദമായിരുന്നു അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തിനൊന്നും സംഭവിക്കുന്നില്ല, വിശ്വാസം അവിടെ ഇങ്ങനെ ഉറച്ചു കിടക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ ഇൽമുൽ കലാമിൻ്റെ കാലത്ത് ഈ മുഅ്തസിലി വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടിയ സമയത്ത് അവരുമായിട്ടുണ്ടായ ആശയ സംഘടനത്തിൽ മുഅ്തസിലികൾ കൊണ്ടുവന്നിരുന്നത് മറ്റൊരു വാദമാണ്. ഇതിൻ്റെ തന്നെ ഒരു തരത്തിലുള്ള ഒരു തീവ്ര സ്വഭാവത്തിലുള്ള ഇതിൻ്റെ എതിർ ഭാഗമാണ് അവർ കൊണ്ടുവന്നത്. അവർ പറഞ്ഞു, ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിട്ടും കാര്യമില്ല, അയാൾ ഏതെങ്കിലും ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിശ്വാസിയായിത്തീരുന്നു, പിന്നെ അയാൾ വിശ്വാസിയെന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ രണ്ട് വിരുദ്ധ ദിശയിൽ പൂർണ്ണോപരി വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന രണ്ട് വിഭാഗത്തോടും പറഞ്ഞിട്ടുള്ള രണ്ട് മറുപടികളാണ് അഹ്ലുസുന്നയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നേരത്തെ പറഞ്ഞ മുർജിഅത്ത് അഥവാ പിന്നെ വിശ്വാസം തന്നെ മതി ഒരാളെ രക്ഷപ്പെടുത്താൻ, കർമ്മങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞവരോട് പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെയല്ല, വിശ്വാസത്തിന് തന്നെ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആത്യന്തികമായി പൂർണ്ണ വിശ്വാസത്തിലിരിക്കുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും സൽക്കർമ്മങ്ങൾ അതിൽ നിന്ന് വരും. അങ്ങനെ വരുമ്പോഴാണ് അയാളുടേത് പൂർണ്ണമായ വിശ്വാസമാവുക. ഇനി അങ്ങനെ അല്ല, ഒരാൾ വിശ്വാസമുണ്ട്, അയാളിൽ നിന്ന് കർമ്മങ്ങൾ വരുന്നില്ലെങ്കിൽ അയാൾ ബേസിക്കലി ഒരു വിശ്വാസമുള്ള ഒരാളായിട്ട് മാറുകയും അയാൾ ഒരുപക്ഷെ നരകത്തിൽ നിന്ന് ശിക്ഷ കിട്ടിയതിന് ശേഷം സ്വർഗാവകാശിയാവാൻ ആ ഒരു ബേസിക് വിശ്വാസം കാരണമാവും എന്നാണ് മുർജിഅത്തിനോട് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇൽമുൽ കലാം അഥവാ അശ്അരികൾ പറഞ്ഞിട്ടുള്ളത് അവർ നേരിട്ടിരുന്ന ശത്രു അത് മുഅ്തസിലികളായിരുന്നു. ആ മുഅ്തസിലികൾ പറഞ്ഞിരുന്നത് ഒരാൾക്ക് എത്ര മഹത്തായ വിശ്വാസം ഉണ്ടായതുകൊണ്ടും കർമ്മങ്ങൾ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല, ഒരു വൻപാപം അയാളിൽ നിന്ന് വന്നാൽ അയാളുടെ ഈ മുഴുവൻ വിശ്വാസവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അവർ നേരിടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പദാവലിയാണ് അൽ ഈമാനു ലാ യസീദു വലാ യൻഖുസു. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുന്നു, നമ്മളെല്ലാവരും അള്ളാഹു ഉണ്ടെന്നല്ലേ വിശ്വസിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പദപരമായ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. നിങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ഈ ഉസ്താദും അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിലൊരു വ്യത്യാസം വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പകലാണെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരുപോലെ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ യാതൊരു വ്യത്യാസത്തിനും വഴിയില്ല എന്ന തരത്തിൽ നിന്നാണ് മുതകല്ലിമീങ്ങൾ പ്രത്യേകിച്ചും അശ്അരികൾ ഈ തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. അങ്ങനെ നടത്താനുണ്ടായ കാരണം ഇപ്പുറത്ത് പ്രതിയോഗികൾ അതല്ല എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഈ വിഷയത്തിൽ മാത്രമല്ല, പലപ്പോഴും ഇമാമുകൾ അവരുപയോഗിക്കുന്ന പദാവലികൾ അതാത് സാഹചര്യങ്ങളെ നേരിടുന്നതായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഇന്ന് സലഫികൾ ഇത് പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അതാത് കാലഘട്ടത്തോട് സംവദിച്ചിരുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവാണത്. ഈ ഇമാമുകൾ അതാത് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വലിയ വിരോധികൾ വന്ന സമയത്ത് അവരെ എതിരിടാൻ വേണ്ടി അവർ പറഞ്ഞ ആശയത്തെ നേരെ തിരിച്ചടിച്ച് അവർക്ക് നേരെ ശക്തമായൊരു ആയുധമാക്കി ഇബാറത്തുകൾ രൂപപ്പെടുത്തി അവരെ നേരിട്ടതായിട്ട് നമുക്ക് കാണാം. ആത്യന്തികമായി നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന് ആത്യന്തികമായി അതിനെ ഒരു ഭാഷാപരമായിട്ടെടുത്താൽ
അതിൽ ഏറ്റ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ വിശ്വാസത്തിൽ തന്നെ ചിലർക്ക് അതിയായ ശക്തിയും ഉറപ്പുമൊക്കെ കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഇതെല്ലാം സമഞ്ജസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അത് ബഹുമാനപ്പെട്ടവരുടെ വിശ്വാസത്തിൻ്റെ പ്രഭയാണെന്ന് നമുക്ക് പറയാം. ആത്യന്തികമായിട്ട് അള്ളാഹു ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. അതിൽ നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ഒരുപോലെ. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഭ എന്ന് നമുക്കതേക്കുറിച്ച് വിശദീകരിക്കാം. അതുപോലെ തന്നെ വിശ്വാസിയായ ഒരാൾ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അയാളുടെ വിശ്വാസത്തിന് വലിപ്പം കൂടുന്നുണ്ട്. ആത്യന്തികമായിട്ട് അയാളുടെ വിശ്വാസം മഹത്തരമാകുന്നുണ്ട്. ഇതിനെയാണ് യസീദു വയൻഖുസു എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും പരാമർശങ്ങളും പ്രത്യക്ഷത്തിൽ നമുക്ക് വിരുദ്ധമായി തോന്നുമെങ്കിലും അത് പൂർവോപര വൈരുദ്ധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇമാമിങ്ങൾ അവർ ആത്യന്തികമായി പറഞ്ഞെത്തുന്നത് ഒരേ സംഗതിയിലേക്കാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ചർച്ച വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേര് പറയാതെ അശായറത്ത് എന്ന പേര് പറയുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഉസ്താദ് മുന്നോട്ട് വെച്ചത്. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നതിന് പകരം അശ്അരികൾ എന്ന് പറയുന്നല്ലോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യം. അത് തെറ്റാണ്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഹ്ലുസുന്നത്ത് എന്ന പരാമർശം നടത്തിയിട്ടുള്ളത് ഇവിടെയുള്ള സുന്നികളാണ്. മറ്റുള്ള നമ്മുടെ പ്രതിയോഗികൾ പോലും, പ്രത്യേകിച്ചും സലഫികൾ, അവർ തന്നെ ഏകദേശം ഒരു 80-90 കാലങ്ങളിലൊക്കെ അവർക്ക് ഈ അഹ്ലുസുന്നത്ത് എന്ന പരാമർശം കേൾക്കുന്നത് തന്നെ അരോചകമായിരുന്നു. അവരത് പറഞ്ഞുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് എന്നതിന് ഔലുസുന്നത്ത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതവർ മറന്നു പോവാണ്. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്ഷ്യൻ വഹാബിസത്തിൻ്റെ വരവ് ഏകദേശം അവസാനിച്ചപ്പോൾ അവർ കാര്യമായിട്ട് അവലംബിച്ചിരുന്നത് സലഫി ഗൾഫിലെ സൗദി അറേബ്യയിൽ നിന്നുള്ള വഹാബിസത്തായിരുന്നു. അതിനവർ ചില പ്രാമാണികമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് എന്ന് അവിടെ ഉള്ളവർ പറയാറുണ്ടായിരുന്നു. അത് അവർ നേരത്തെ പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ ടെക്നോളജി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള സലഫികൾക്ക് ആ വിവരം ഉണ്ടായിരുന്നില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരുന്ന ചില മാസികകളും മറ്റുമൊക്കെ വായിച്ചായിരുന്നു സലഫിസം മനസ്സിലാക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് ആദ്യകാലത്തെ സലഫികൾ അഹ്ലുസുന്നത്ത് എന്ന പരാമർശത്തെ പരിഹസിക്കുന്നവരായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയായിരുന്നു കവലകൾ തോറും നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഈ സൗദി സലഫിസം മനസ്സിലാക്കിയപ്പോഴാണ് അവരും അയ്യട എന്നായിട്ടുള്ളത്. ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് എന്ന് പറയുകയും പിന്നെ കണ്ണടച്ച് ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വാലറ്റം വേണമെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ അവർ നമ്മളെ പരാമർശിക്കാൻ വേണ്ടി സുന്നികൾ എന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പരാമർശിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളാണ് സുന്നികൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അഹ്ലുസുന്നത്ത് അല്ലെങ്കിൽ സുന്നി എന്നൊക്കെയുള്ളത് ആത്യന്തികമായിട്ടും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ ഉപയോഗിച്ച് തരുന്നതായിരുന്നു എന്ന് പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് അവർ ഈ ഒരു ആശയം അഹ്ലുസുന്നത്ത് നിങ്ങൾ എന്താ പറയാത്തത് എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് അവിടെ പറയാനുള്ളത്, ഏതൊരു വിഭാഗവും ലോകത്തുടലെടുത്തിട്ടുള്ള മുഴുവൻ ഉൽപ്പതിഷ്ണ വിഭാഗവും അവർ പറഞ്ഞത് ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് എന്നായിരുന്നു. ഇവിടെയുള്ള വഹാബികൾ ഇത് പറയാൻ വൈകിപ്പോയി എന്നുള്ളതൊരു ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഏത് ഉൽപ്പതിഷ്ണുക്കളും ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് എന്ന് പറയാനായിരുന്നു മത്സരിച്ചിരുന്നത്. അങ്ങനെ മത്സരിച്ചിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ തിരിച്ചറിയാതായി. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും പിന്നെ അവരവരുടേതിലേക്ക് ചേർത്ത്, അവരുടെ വിശ്വാസധാരയിലേക്കോ അവരുടെ ഇമാമിലേക്കോ ഒക്കെ ചേർത്ത് പ്രത്യേകം പേരുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ മുഅ്തസിലത്ത്, അശ്അരിയത്ത്, മാതുരീദിയത്ത്, ഇങ്ങനെ അവരവരുടെ ഇമാമുകളുടെയോ അവരുടെ പ്രവർത്തനങ്ങളിലേക്കോ ചേർത്തുകൊണ്ട് സരണികൾ രൂപപ്പെട്ടു വന്നതിൻ്റെ സാങ്കത്യം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഒരു ചർച്ച നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതിനെയും കേട്ടതിനെയും സാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഈ പരിപാടി ശ്രവിച്ച ശ്രോതാക്കൾക്കും ഇതിനുവേണ്ടി അവരവരുടെ വൈജ്ഞാനിക ലോകങ്ങൾ തുറന്നു തന്ന ഉസ്താദുമാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.